അന്ന് ഞാൻ ആദ്യമായിട്ട് ഒരു ഷോപ്പിന് 2 രൂപ കുറച്ച് അരി വിൽക്കേണ്ട ഒരു അവസ്ഥ വിൽക്കണമല്ലോ. അതന്ന് അരി കൈ പിടിച്ചുകൊണ്ട് ഇവിടുന്ന് തിരുവനന്തപുരം വരെ എല്ലാ ഷോപ്പുകളും അരിച്ചു പറക്കി 3-4 ദിവസം എടുത്ത് വരുമ്പോൾ ഒരു കടക്കാരൻ, ഒരു ഷോപ്പുകാരൻ പോലും നമ്മുടെ കയ്യിൽ നിന്ന് 1 കിലോ അരി പോലും മേടിക്കാൻ തയ്യാറാണ്. അപ്പോൾ ഒരു 10 ലക്ഷം രൂപയും ഒരു അംബാസഡർ കാർ വാങ്ങിക്കഴിഞ്ഞാൽ ബിസിനസ്സൊക്കെ നിർത്തി പിന്നെ സുഖമായിട്ട് മുന്നോട്ട് പോയാൽ മതി എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടായിരുന്നു. അതായത് ടാർഗറ്റ്. ഈ അരിയിൽ മായം ചേർക്കുക എന്ന് പറയുന്നതിന്റെ നിജസ്ഥിതി എന്താണ്? ഒരു ഐറ്റം ഒരു കടയിൽ ഇല്ല എന്ന് പറയുന്നത് ഒരു ബ്രാൻഡിനെ സംബന്ധിച്ച് ഏറ്റവും മോശം ഒരവസ്ഥയാണ്. ഏകദേശം ഒരു 2.5 കോടി രൂപ കൊണ്ടാണ് നമ്മൾ 2000-ൽ ഈ ഒരു ബിസിനസ്സിലേക്ക് രണ്ടാമത് ഇറങ്ങുന്നത്. കാരണം ഞങ്ങൾ അതുവരെ ലോൺ എടുത്തിട്ടില്ല, ഞങ്ങൾ കടം മേടിച്ചിട്ടില്ല. പക്ഷെ പിന്നീട് ഇപ്പോൾ കടത്തിന്റെ നിലവാരം ഇങ്ങനെ ഓരോ വർഷം കൂടിക്കൊണ്ടിരിക്കുകയല്ലാതെ ടാസ്ക്കാണ്. അല്ല, ഈ വീഡിയോ ഞാൻ എൻ്റെ വീട്ടിൽ ആദ്യം കൊണ്ടുപോയി കാണിക്കുന്നത്. കാരണം എൻ്റെ മമ്മി ഉപ്പിട്ട് അരി എഴുതുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കാരണം ഉപ്പിട്ട് ഈ മായം പോകുന്നതാണ് മമ്മിയുടെയൊക്കെ വിശ്വാസം. സത്യത്തിൽ ഞാൻ ഇന്നേവരെ അങ്ങനെ ഒരു പട്ടിട്ടിട്ടില്ല. നമസ്കാരം, ഞാൻ അന്ന സുസൻ. സ്പാർക്കിൻ്റെ പുതിയൊരു കിടിലൻ എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. മലയാളികൾ എവിടെ പോയാലും ഉച്ചയ്ക്ക് ഇത്തിരി ചോറ് കിട്ടണമെന്ന് ആഗ്രഹിക്കാറുണ്ടല്ലേ? കഴിഞ്ഞ 25 വർഷങ്ങളായിട്ട് മലയാളിയെ ചോറ് കഴിപ്പിക്കുന്ന ഒരു ബ്രാൻഡ് കീർത്തി നിർമ്മൽ. ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ 25 വർഷങ്ങളായിട്ട് ആ ബ്രാൻഡ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പുറകിലൊരു ചരിത്രം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഇന്ന് സ്പാർക്കിൻ്റെ ഹോട്ട് സീറ്റിൽ ഞങ്ങൾ വളരെ അഭിമാനത്തോടു കൂടി ആ കഥ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അതിൻ്റെ സാരഥി, കഴിഞ്ഞ 25 വർഷങ്ങളായിട്ട് ആ ബ്രാൻഡിനെയും ആ ബ്രാൻഡിന് കീഴിൽ വർക്ക് ചെയ്യുന്ന 1500-ലധികം സ്റ്റാഫിനെയും നയിക്കുന്ന ആ വ്യക്തിയാണ് ഇന്ന് സ്പാർക്കിൻ്റെ ഹോട്ട് സീറ്റിൽ. ജോൺസൺ സാർ, സ്വാഗതം സ്പാർക്കിൻ്റെ ഹോട്ട് സീറ്റിലേക്ക്. ആദ്യമേ തന്നെ ഞാൻ വലിയൊരു നന്ദി പറയുന്നു. കാരണം ഇത്രയും കാലം എല്ലാവരും ആ ഒരു ബ്രാൻഡ് കണ്ടിട്ടുണ്ട്, അതിൻ്റെ അരി മേടിച്ച് ചോറുണ്ടിട്ടുണ്ട്, അതിൻ്റെ പരസ്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഇന്ന് കേരളത്തിൽ എല്ലായിടത്തും നമ്മുടെ വണ്ടി ഓടുന്ന ആ വണ്ടികൾ കണ്ടിട്ടുണ്ട്, നമ്മുടെ ബ്രാൻഡിങ് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ബിഹൈൻഡ് ദി ബ്രാൻഡ് ആരാണെന്ന് നമ്മൾ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ഇതെവിടെ നിന്ന് വരുന്നു, ഇതാരാണ് ഉൽപ്പാദിപ്പിക്കുന്നത്, ഇതൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ ആ ഒരു വേദി ഞങ്ങളെ ചൂസ് ചെയ്തതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ആ ഒരു സന്തോഷത്തോടു കൂടി തന്നെ നമുക്ക് ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാമല്ലേ? ഓക്കെ. എവിടെയാണ് ജോൺസൺ സാറിൻ്റെ സ്വദേശമൊക്കെ? ഞങ്ങൾ അങ്കമാലിക്ക് അടുത്ത് കാലിലേക്ക് ഇടയ്ക്കായിട്ടുള്ളൊരു സ്ഥലം, മറ്റൂരെന്ന് പറയും ശരിക്കും സ്ഥലം. അവിടെ തന്നെയാണ് ജനിച്ചു വളർന്നതൊക്കെ? ജനിച്ചു വളർന്നതും അവിടെ തന്നെ. ബേസിക്കലി കൃഷിക്കാരാണ്. ഞങ്ങൾ കാർഷിക ഫാമിലിയാണ്. പാരമ്പര്യമായിട്ട് തന്നെ കൃഷിയാണ് രീതികൾ. ബിസിനസ്സിലേക്ക് ഫാദറായിട്ട് ബിസിനസ് ഉണ്ട്. ഫാദർ ഒരു റൈസ് മില്ലെന്ന് ഞങ്ങൾക്ക് തന്നെ കൃഷിയുണ്ട്. ഞങ്ങളുടെ നെല്ലും പിന്നെ നാട്ടിൽ നെല്ലൊക്കെ വാങ്ങി അത് പുഴുങ്ങി ഉണക്കി അരിയാക്കി വിൽക്കുന്ന മില്ലുണ്ട്. അതിൽ നിന്നാണ് ഞങ്ങളുടെ തുടക്കം, ബിസിനസ്സിന് തുടക്കം. അവിടെ നിന്നാണ് ബിസിനസ് തുടങ്ങുന്നത്. ജോൺസൺ സാർ ഈ ഒരു ഫീൽഡിലേക്ക് ബിസിനസ്സിലേക്ക് വരുന്നത് ഏത് വർഷമായിരുന്നു, ഏത് പ്രായത്തിലാണ്? ഞാൻ ബിസിനസ്സിലേക്ക് വരുന്നത് എനിക്ക് 19 വയസ്സുള്ളപ്പോഴാണ്. 19 വയസ്സിൽ വന്നു. ഓക്കെ. അതായത് ഫാദർ ഒരു അധ്യാപകനായിരുന്നു, കൃഷിയുണ്ട്, പിന്നെ അരി ഉൽപ്പാദിപ്പിക്കുന്ന മില്ലുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് മെയിൻ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് കൃഷി തന്നെയായിരുന്നു. ഇപ്പോൾ ജോലിയിലാണെങ്കിലും ഇപ്പോൾ ലീവ് എടുത്തിട്ടാണെങ്കിലും കൃഷി ചെയ്യുന്നൊരു പാരമ്പര്യമാണ് ഞങ്ങൾക്കുള്ളത്. ഇനിയിപ്പോൾ ബിസിനസ് മില്ല് നിർത്തിയിട്ടാണെങ്കിലും കൃഷി ചെയ്യാം എന്നുള്ള രീതിയാണ് അപ്പനും ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഞങ്ങളൊക്കെ ഒരു കൃഷിയിൽ നിന്നും ബിസിനസ്സിൽ നിന്നും മാറ്റി ജോലിയിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള താല്പര്യത്തിലാണ് അപ്പം തുടങ്ങിയത്. അപ്പോൾ മില്ല് ഞങ്ങളൊക്കെ ഒരു 10ാം ക്ലാസ്സൊക്കെ ആവുന്ന ഒരു കാലഘട്ടമായപ്പോൾ മില്ലൊക്കെ പതുക്കെ സ്റ്റോപ്പ് ചെയ്തു. ഞങ്ങളൊക്കെ പഠിച്ച് വരെ ജോലിയിലേക്ക് പോകണം. എനിക്ക് 5 പെങ്ങന്മാരാണ്. അവരെല്ലാവരും ഇപ്പോൾ അധ്യാപകരും ഡോക്ടേഴ്സും അങ്ങനെയൊക്കെയുള്ള മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ്. ഞാൻ മാത്രമാണ് ബിസിനസ്സിലേക്ക് വന്നിട്ടുള്ളൂ. അപ്പോൾ അത് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല വലിയ പഠനത്തിൽ വലിയ പുരോഗതിയൊക്കെ ഇല്ലാണ്ട് കഴിഞ്ഞപ്പോൾ അച്ചിരി കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഈ ജോലിക്ക് പോവുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ജോലിക്കാരനാവുക എന്ന് പറയുന്നൊരു കാര്യത്തോട് എനിക്ക് താല്പര്യം ഉണ്ടായില്ല. ഒരു ടൈം ടു ടൈം ജോലി ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളോട് അതായിരിക്കാം ചിലപ്പോൾ അതിലേക്ക് വന്നൊരു കാര്യം. അപ്പം അത് പിന്നീട് പഠിക്കാൻ താല്പര്യമില്ലാത്തൊരവസ്ഥ വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മില്ലൊന്ന് സ്റ്റാർട്ട് ചെയ്യണം. അതിൻ്റെ ഇടയ്ക്ക് IT ചേർന്ന് IT ഒരു MBA-കാരൻ അച്ഛനാണ് അതിൻ്റെ പ്രിൻസിപ്പാളായിരുന്നത്. അപ്പോൾ പുള്ളിക്ക് ബിസിനസ് ചെയ്യുന്നതിനോട് ഭയങ്കര ക്രൈസാണ്, അങ്ങനെയുള്ള പ്രോത്സാഹനം.
അപ്പോൾ ആളുടെ ഒരു സപ്പോർട്ട് എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അച്ഛനെ വിളിച്ചുകൊണ്ട് വീട്ടിൽ വന്നു. അപ്പനെയും ഒന്ന് കൺവിൻസ് ചെയ്യിപ്പിച്ചിട്ട് അവിടെ പഠിക്കുന്നൊരു കാലഘട്ടത്തിൽ തന്നെ മില്ല് സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചു. അങ്ങനെ അപ്പൻ്റെ നിന്ന് ഒരു 19 വയസ്സിൽ റൈസ് മില്ല് തുടങ്ങി. അപ്പോൾ ഈ മില്ല് ഓൾറെഡി പൂട്ടിയിട്ടേക്കുവാണ്. അത്രയും കാലം ഒരു 3-4 വർഷത്തോളം അടച്ചിട്ടിരിക്കുകയാണ്. പിന്നെ അത് റിനോവേറ്റ് ചെയ്ത് തുടങ്ങിയതാണ്, രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നെ അപ്പനെ എനിക്കൊരു 1 ലക്ഷം രൂപ അന്ന് തുടങ്ങാനായിട്ട് തന്നു. തന്നു. പിന്നെ കുറേ സപ്പോർട്ട് തന്നു അന്നത്തെ ഷോപ്പുകൾ പർച്ചേസ് ചെയ്യുന്നവരോട്. അന്ന് 3-4 വർഷം നിർത്തി കിടന്നപ്പോഴുണ്ടായിരുന്ന പഴയ ജോലിക്കാർ അവരെല്ലാവരും തിരിച്ചു കൊണ്ടുവന്നു. അവരുടെ കൂടെ ഒരു ജോലിക്കാരനായിട്ടാണ് ഞാൻ തുടങ്ങിയത്. കാരണം അതുകൊണ്ട് തന്നെ ഇത് നെല്ല് എന്താണ്, അരി എന്താണ്, അതിൻ്റെ ബിസിനസ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട്, അതിൻ്റെ പ്രൊഡക്ഷൻ എങ്ങനെയാണ് എല്ലാം പഠിച്ച് തന്നെ മുന്നോട്ട് പോകാനായിട്ട് അന്ന് പറ്റി. ഏത് വർഷമായിരുന്നു? അതൊരു 89. ഓക്കെ. അപ്പം ഈ അപ്പൻ ഈ ബിസിനസ് ഏൽപ്പിച്ചു, 1 ലക്ഷം രൂപയും തന്നു. അപ്പൻ അന്ന് എന്തായിരിക്കും തന്നു ഉപദേശം? എന്തായിരിക്കും ഓർക്കുന്നുണ്ടോ? ഇത്രയും വർഷമായതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് കേട്ടോ. ശരിക്കും ബിസിനസ്സിലേക്ക് വരുമ്പോൾ അപ്പൻ വലിയൊരു ഉപദേശം തന്നില്ല. അതായത് 1 വർഷം അതിൻ്റെ കണക്കും അതിൻ്റെ പ്രോഗ്രസ്സും ഒക്കെ നോക്കിയിട്ടുണ്ട്. ഒരു 90 ആയിപ്പിക്കും. പിന്നെ അത് പൂർണ്ണമായിട്ട് എൻ്റെ ഇല്ലിക്കാനാണ്. അതായത് നമുക്ക് ഉത്തരവാദിത്തത്തോടുകൂടിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം, നമുക്ക് ഡെവലപ്മെൻറ്റുകൾ കൊണ്ടുവരാം, എവിടെ വേണമെങ്കിലും ബിസിനസ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് സ്റ്റോക്ക് മേടിക്കാൻ കൊടുക്കാം എന്നുള്ളൊരു ഫുൾ കൺട്രോൾ നമുക്ക് തന്നു. പിന്നീട് അപ്പനധികം ശ്രദ്ധിച്ചിട്ടില്ല. മേ ബി അപ്പനാ ശ്രദ്ധിക്കാതെ വിട്ടു തന്നതായിരിക്കാം നമ്മുടെ ഏറ്റവും വലിയ മോട്ടിവേഷൻ. അല്ല, അത് എനിക്ക് ഇന്ന് ഭയങ്കര അത്ഭുതം തോന്നാറുണ്ട്. കാരണം ഈ പഠിക്കണ കാലത്ത് വലിയ വിശ്വസ്തതയൊന്നും കാണിക്കാതെ നടന്നപ്പോൾ ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ 1 വർഷം കൊണ്ട് നമ്മളത് ചെയ്യുമെന്നുള്ളൊരു കോൺഫിഡൻസ് അപ്പനുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ നമുക്ക് ഒരു ധൈര്യമായിരുന്നു. ഓക്കെ. ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അന്ന് എനിക്ക് തോന്നുന്നു എന്നോട് മുന്നേ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഞാനൊരു ടാർഗറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന്. എന്തായിരുന്നു ആ ടാർഗറ്റ്? ഇത് അന്ന് ഈ 10 ലക്ഷം രൂപ, അത് ബിസിനസ് ചെയ്യുന്നത് പൊതുവെ നമുക്ക് പണസമ്പാദനത്തിന് വേണ്ടിയിട്ടാണ് എന്നൊരു തോന്നലാണ് നമുക്ക് അന്നത്തെ കാലഘട്ടത്തിൽ, ചെറുപ്പ കാലഘട്ടത്തിൽ നമുക്കുണ്ടായത്. അതായത് നമുക്ക് പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കച്ചവടം ചെയ്യുന്നത്. അപ്പോൾ ഒരു 10 ലക്ഷം രൂപയും ഒരു കാറും വാങ്ങിക്കഴിഞ്ഞാൽ, ഒരു അംബാസഡർ കാറ് വാങ്ങിക്കഴിഞ്ഞാൽ ബിസിനസ്സൊക്കെ നിർത്തി പിന്നെ സുഖമായിട്ട് ഉള്ള കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കി മുന്നോട്ട് പോയാൽ മതി എന്നുള്ളൊരു തോന്നലൊക്കെ അന്നുണ്ടായിരുന്നു. ടാർഗറ്റ് അതായിരുന്നു. പക്ഷെ ടാർഗറ്റ് ഒരു 93 ആയിപ്പിക്കും ടാർഗറ്റ് അച്ചീവ് ചെയ്തു. 10 ലക്ഷം രൂപ ഉണ്ടാക്കി വണ്ടി മേടിച്ചു. ബിസിനസ് വിട്ടോ? ബിസിനസ് അപ്പോഴാണ് ഈ റൈസ് മിൽ ഇൻഡസ്ട്രീസിൽ ഈ പുതിയ മില്ലുകളൊക്കെ വന്നു തുടങ്ങിയത്. കാരണം ട്രഡീഷണലായിട്ട് വന്നിരുന്ന പാരമ്പര്യ മില്ലുകളിൽ നിന്നും മോഡേണൈസേഷൻ കടന്നു വന്നു. അപ്പോൾ ഇനിയിപ്പോൾ വെയിൽ വേണ്ട, മില്ലിങ്ങിനകത്ത് പുതിയ മെഷീനറികൾ, അതായത് അരി കല്ല് തിരിക്കാനും അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ വന്നു. അപ്പോൾ ഒരുപാട് പൈസ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. അന്നൊരു മോഡേൺ മില്ല് തുടങ്ങണമെങ്കിൽ ഒരു 10 ലക്ഷം രൂപയോളം വേണം. അപ്പോൾ നമ്മുടെ ഫുൾ സമ്പാദ്യം അന്ന് ആ മില്ല് തുടങ്ങാനായിട്ട് വേണ്ടി വരും. അപ്പോൾ അന്ന് അപ്പൻ ഒന്നുകൂടി ഇടപെട്ടു. ഇനിയിപ്പോൾ അത്തരം റിസ്ക് ഉള്ളൊരു പണിക്ക് പോകണ്ട, നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്തുകൂടെ. അതുമല്ല, ഒരു ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്വഭാവം ഡേ നൈറ്റ് വർക്കണം. നമ്മുടെ ഒരു രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ വർക്ക് ചെയ്യുക. അപ്പൻ്റെ സ്വഭാവം അതായത് ഒരു അധ്യാപകനായതിൻ്റെ ഒരു ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആൾക്ക് സ്ട്രിക്റ്റാണ്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മൾ ഫ്രീ ആവണം. വീടും അന്തരീക്ഷവും കുടുംബവും ഒക്കെ ഉള്ളൊരു വീട്ടിലുണ്ടാവണം. 7 മണിയാകുമ്പോഴേക്കും വീട്ടിൽ നമ്മൾ എത്തണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കർശനമായതിൻ്റെ പേരിൽ അതൊന്നും നമ്മളോട് തുടങ്ങണ്ട എന്നുള്ളൊരു സംവിധാനത്തിൽ വന്ന് ഞാനത് പിന്നെ ട്രേഡിങ്ങിലേക്ക് പോയി. അപ്പം അരിമില്ല് നിർത്തി ഫുൾ സ്റ്റോപ്പ് ചെയ്തു. ഏത് വർഷം? അത് 93 തന്നെ 93 അവസാനിപ്പിച്ചു. നമ്മളാണെങ്കിൽ മെന്റലി നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തേക്കുന്ന കാരണം ഒന്നും നഷ്ടപ്പെട്ടു എന്നുള്ള ഫീലും ഇല്ല. അതില്ല. പക്ഷെ നമുക്ക് വിഷമമുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മോഡേൺ മില്ല് ചെയ്യണം, അത് മുന്നോട്ട് പോകണം തന്നെയായിരുന്നു നമ്മുടെ അപ്പോഴത്തെ ആഗ്രഹം. കാരണം ഈ മില്ല് എന്ന് പറയുന്നതിൻ്റെ രൂപവും ഭാവവും ഒക്കെ മാറി, പ്രൊഡക്ഷൻ കൂടി, സ്റ്റാഫുകൾ കൂടി, ഒരുപാട് മാറ്റങ്ങൾ വന്നു. അപ്പോൾ അത് സമ്മതം കിട്ടാതെ വന്നപ്പോൾ, കാരണം അന്ന് എനിക്കൊരു 24 വയസ്സ് ഉള്ളൊരു പ്രായമാണ്. അപ്പോൾ പിന്നെ അപ്പനെ അത് പറഞ്ഞപ്പോൾ അപ്പനെ ധിക്കരിക്കാനും നിന്നില്ല. പിന്നെ അപ്പൻ്റെ തന്നെ നിർദ്ദേശപ്രകാരം ഞാൻ ട്രേഡിങ്ങും അങ്കമാലിലെ ഷോപ്പുകളിലേക്ക് മാറി. ഷോപ്പുകളിൽ വന്നതിന് ശേഷം ഈ ട്രേഡിങ് എനിക്ക് വലിയൊരു മാറ്റം ഉണ്ടാക്കിയത്. കാരണം ഞാനായിട്ട് ബിസിനസ് ചെയ്ത് മുഴുവൻ കേരളത്തിലെ എല്ലാ പ്രമുഖ കമ്പനിക്കാരായിട്ടാണ്. ഒന്ന് KS,
പ്ലാന്റ് ലിപ്പിഡ്സ്, AVT, കാൻഗർ, പ്രൈമ, അങ്ങനെയൊക്കെയുള്ള ശ്രീശക്തി പേപ്പർ മില്ല്, അങ്ങനെയൊക്കെയുള്ള കുറേ കമ്പനിക്കാരായിട്ട്. അപ്പോൾ അവരുടെ ഓഫീസുകളിലും അവരായിട്ടുള്ള ബിസിനസ് ചെയ്യുമ്പോൾ ഈ ഇൻഡസ്ട്രിയലിൻ്റെ സ്വഭാവം, നമ്മൾ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരാളായ എൻ്റെ പേരിൽ അവരുടെ രീതികളും കാര്യങ്ങളൊക്കെ എനിക്ക് ഒരുപാട് കാണാനും പഠിക്കാനും അവരുടെ ബന്ധങ്ങളും ഒരുപാട് ഗുണകരമായിട്ടുണ്ട്. പിന്നെ അന്ന് ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാർഷിക മേഖലയിലുള്ള തന്നെ സാധനങ്ങളാണ്. ഇപ്പം തവിട്, ഇപ്പോൾ റൈസ് മില്ലുകളുടെ ഹസ്കാണെങ്കിൽ കമ്പനികളുടെ ഫർണസിൽ കത്തിക്കാൻ, അതുപോലെ ഇപ്പോൾ ചോളം, തമിഴ്നാട്ടിൽ നിന്ന് കപ്പ സ്റ്റാർച്ച് എടുത്തിട്ട് വരുന്ന കാര്യങ്ങൾ, അതൊക്കെ കണ്ടുപിടിച്ച് ഇവിടുത്തെ ആവശ്യമുള്ള കാറ്റൽ ഫീഡ് കമ്പനികൾക്കും അതുപോലെ തന്നെ പ്ലാന്റ് ലിപ്പിഡ്സ്, കാൻഗർ അങ്ങനെയുള്ള കമ്പനികൾക്ക് അവരുടെ വേസ്റ്റുകൾ, അപ്പോൾ അതൊക്കെ എടുത്തിട്ട് മറ്റുള്ള കമ്പനികൾക്ക് കൊടുക്കുക. അങ്ങനെയൊക്കെയുള്ള വേസ്റ്റുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എസൻസ് എടുത്തിട്ട് വരുന്ന സാധനം. അപ്പോൾ അങ്ങനെ അതൊക്കെ ചെയ്ത് ഇപ്പോൾ നല്ല ഒരു 5-8 വർഷം അങ്ങനെ കടന്നുപോയി. ആ യാത്ര എങ്ങനെയുണ്ടായിരുന്നു? അന്നും അരിയുടെ ബിസിനസ് നിർത്തിയിട്ടില്ല. അന്ന് മില്ലുകളിൽ നിന്ന് നമുക്ക് അരി മില്ലില്ലെങ്കിലും ട്രേഡ് ചെയ്യുന്നുണ്ട്. മറ്റുള്ള മില്ലുകളിൽ നിന്ന് അരി വാങ്ങിയിട്ട് നമ്മൾ മാർക്കറ്റുകളിലും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത് നല്ലോണം ചെയ്യുന്നുണ്ട്. കാരണം നമ്മളന്ന് അത് വാങ്ങും, മാർക്കറ്റുകളിലേക്ക് സപ്ലൈ ചെയ്യും. പ്രത്യേകിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ അത് അന്ന് കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെ നല്ലോണം ചെയ്യുന്നുണ്ട്. പിന്നീടാണ് ഒരു 2000 കഴിഞ്ഞപ്പോഴാണ് വീണ്ടും റൈസ് ഇൻഡസ്ട്രീസിൻ്റെ മോഹം അതിങ്ങനെ പോയിട്ടില്ല, കിടക്കുന്നുണ്ട്. അപ്പോഴാണ് അന്ന് ഞങ്ങളുടെ വീടിനടുത്ത് തന്നെ, അതായത് ഞങ്ങളുടെ മില്ലിൻ്റെ സമീപത്ത് തന്നെ 1 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ഒരു മില്ല് സ്റ്റാർട്ട് ചെയ്തു. അവർ മില്ല് തുടങ്ങിയിട്ട് കീർത്തി അഗ്രോ മിൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അവരത് പ്രൊഡക്ഷൻ എടുക്കാൻ പറ്റിയില്ല. കാരണം അത് പണിത് പൂർത്തീകരിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ അവർക്കത് നിർത്തേണ്ടി വന്നു. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ അവരുടെ എല്ലാ ലോണും അതിൻ്റെ എല്ലാ കാര്യങ്ങളും കൂടിയിട്ട് ഞാൻ ആ കമ്പനി ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് കീർത്തി ഞങ്ങളുടെ കയ്യിലേക്ക് വരുന്നത്. അപ്പോൾ എത്ര രൂപയുണ്ടായിരുന്നു ലോണ്? അന്ന് 1 കോടി രൂപ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ്റെയും പിന്നെ ഏകദേശം 20 ലക്ഷം രൂപ ഒരു SBI ബാങ്കിൻ്റെ ലോണായിട്ടാണ് അവർ ഏറ്റെടുത്തത്. നമ്മൾ എത്ര രൂപ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു? നമുക്ക് അന്ന് ഏകദേശം 1 കോടി രൂപയുടെ അടുത്ത് നമുക്കും ഏകദേശം ഒരു 2.5 കോടി രൂപ കൊണ്ടാണ് നമ്മൾ 2000 ഈ ഒരു ബിസിനസ്സിലേക്ക് രണ്ടാമത് ഇറങ്ങുന്നത്. ഓക്കെ, ആ ഒരു തിരിച്ച് ഇതിനകത്തേക്ക് വരിക എന്ന് പറഞ്ഞപ്പോൾ അത് ഒരു ധൈര്യമാണ്. കാരണം നമ്മളുടെ അപ്പൻ വേണ്ട എന്ന് പറഞ്ഞൊരു കാര്യത്തെ നമ്മൾ വീണ്ടും ചെയ്യാണ്. തോറ്റുപോയാൽ നമുക്കവിടെ തോറ്റുപോയി, നമുക്ക് തിരിച്ചു വരവില്ല. ഇതിനകത്തേക്ക് കടന്നു വരുമ്പോൾ അപ്പന് അത്ര വലിയ താല്പര്യമില്ല. കാരണം സ്വസ്ഥമായിട്ട് പോകുന്ന ഒരു ജീവിതശൈലിയിൽ നിന്നും വീണ്ടും ഒരു പ്രശ്നം ലോണ് റിസ്ക് ഉള്ളത്. കാരണം ഞങ്ങൾ അതുവരെ ലോൺ എടുത്തിട്ടില്ല. 2000 വരെ ഞാനോ അപ്പനോ ഞങ്ങൾ കടം മേടിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിന്നാണ് കടം മേടിക്കുന്നത്. അത് ആളെ സംബന്ധിച്ച് ഭയങ്കര ഒരു വിഷമമായിരുന്നു. പക്ഷെ പിന്നീട് ഇപ്പോൾ കടത്തിൻ്റെ നിലവാരം ഇങ്ങനെ ഓരോ വർഷം കൂടിക്കൊണ്ടിരിക്കുകയല്ലാതെ ഇന്നേ വരെ കടം മേടിക്കാൻ നിർത്തിയിട്ടില്ല, കുറഞ്ഞിട്ടില്ല. ബാങ്കുകളുടെ എണ്ണവും കൂടി, കടത്തിന്റെ ഇതും കൂടിയെന്ന്. പക്ഷെ ഇപ്പോഴത്തെ സൈഡിൽ നമ്മൾ വലിയൊരു ബ്രാൻഡ് വളർത്തി ഒരുപാട് പേരെ, ഒരുപാട് കുടുംബങ്ങൾ നമ്മൾ കാരണം ഇന്ന് മുന്നോട്ട് ജീവിക്കുന്നുണ്ട്. അല്ലെങ്കിൽ കേരളം മുഴുവൻ അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ മലയാളികൾ എല്ലായിടത്തും അറിയപ്പെടുന്ന ഒരു ബ്രാൻഡ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചു. ഈ 2000 ബ്രാൻഡ് തുടങ്ങുമ്പോൾ അന്ന് നമ്മൾ കീർത്തി എന്നുള്ള പേരിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതെ, ഞങ്ങൾ പേര് മാറ്റിയില്ല, ആ ഫേമ ഏറ്റെടുക്കാറ്. പിന്നെ ബ്രാൻഡ് കീർത്തി നിർമ്മൽ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ബ്രാൻഡ് തുടങ്ങിയത്. അപ്പോൾ അന്ന് ആ ബ്രാൻഡ് തുടങ്ങുമ്പോൾ നിർമ്മൽ ബ്രാൻഡായിട്ട് തുടങ്ങിയത്. പിന്നീട് ഞങ്ങളത് ഞങ്ങളുടെ കമ്പനിയുടെ പേരും ബ്രാൻഡിൻ്റെ പേരും കൂടെ ക്ലബ് ചെയ്തിട്ട് കീർത്തി നിർമ്മൽ മലയാളം അങ്ങനെ ചേർത്തിട്ടാണ് ഇപ്പൊ ഞങ്ങൾ ബ്രാൻഡ് എല്ലാം ട്രേഡ് മാർക്ക് ചെയ്യുന്നത്. ഈ 2000 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എത്ര എംപ്ലോയീസിലാണ് തുടങ്ങുന്നത്? അത് ഞാൻ ആദ്യം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് 4 പേരും അതിൻ്റെ ഒരാളായിട്ട് തുടങ്ങിയെന്ന് പറഞ്ഞു. പിന്നീട് അതിങ്ങനെ കൂടിക്കൊണ്ടിരുന്നു. ഇപ്പോൾ കീർത്തിയിലേക്ക് വരുമ്പോൾ കീർത്തിയിൽ അന്ന് ശരിക്കും കീർത്തി കമ്പനിക്കും ഇതുപോലെ ഒരു 10-20 ലോഡിങ് ആൻഡ് അൺലോഡിങ് സ്റ്റാഫുകളും ഒരു 10 ഓപ്പറേറ്റേഴ്സും പിന്നെ സ്റ്റാഫായിട്ട് സെയിൽസിലും മറ്റുള്ളതൊക്കെ കൂടിയിട്ട് ഒരു 2-3 പേരുണ്ടായിരുന്നു. അന്ന് പ്രൊഡക്ഷൻ എടുക്കുക, മാർക്കറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അരി പ്രൊഡക്ഷൻ എടുത്തതിന് ശേഷം അരി വിൽക്കാനായിട്ട് ആദ്യം മാർക്കറ്റിൽ പോയത് ഞാനാണ്. അതന്ന് അരി കൈപിടിച്ചുകൊണ്ട് ഇവിടുന്ന് തിരുവനന്തപുരം വരെ എല്ലാ ഷോപ്പുകളും അരിച്ച് പറക്കി 3-4 ദിവസം എടുത്ത്
വരുമ്പോൾ ഒരു ബ്രാൻഡ് പോലും, അതായത് ഒരു കടക്കാരൻ, ഒരു ഷോപ്പുകാരൻ പോലും നമ്മുടെ കയ്യിൽ നിന്ന് 1 കിലോ അരി പോലും മേടിക്കാൻ തയ്യാറല്ല. നമ്മളൊരു ബ്രാൻഡല്ല, പുതുതായിട്ട് വന്നതാണ്. അപ്പോൾ മാർക്കറ്റിൽ എത്തിക്കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും അത് മതി. പിന്നെ ഉള്ള ബ്രാൻഡുകളെ അപേക്ഷിച്ചിട്ട് നമ്മുടെ ഇന്ന് പിന്നെ അവർ ചോദിക്കുക 2-3 രൂപ കുറച്ചിട്ടാണ്. അത് നമുക്ക് കൊടുക്കാനും കഴിയില്ല. അത് കൊടുത്ത് നമുക്ക് നഷ്ടം വരും. നമുക്ക് മാക്സിമം ഒന്ന് കുറയ്ക്കാൻ പറ്റുക ഒരു 50 പൈസയെ കുറയ്ക്കാൻ പറ്റുള്ളൂ. പക്ഷെ അവരാരും അരി മേടിക്കാൻ തയ്യാറില്ല. അവർ പറയും നിങ്ങളുടെ അരി എടുത്ത് വെച്ചാൽ പോവില്ല, അത് മാർക്കറ്റിൽ വിൽക്കാൻ ബുദ്ധിമുട്ടാണ്, ഇത്രയും അരികളോടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇതാണ് ആൾക്കാർ ചോദിച്ച് വാങ്ങുള്ളൂ. അതിനും ഏകദേശം ഒരു 10-20 ബ്രാൻഡാണ് പോപ്പുലറായിട്ട് നിൽക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് നെന്മണി, പെരിയാർ, നിറവറ, പിന്നെ ആലപ്പുഴ ഒരു പൊന്നരി, അങ്ങനെ ഒത്തിരി നല്ല ഫേമസ് ബ്രാൻഡുകൾ എല്ലായിടത്തും നിൽക്കുന്ന സമയം. എനിക്ക് പിന്നെ ആകെ കൂടി അന്ന് ഫസ്റ്റ് എൻട്രി വന്നത് 3-4 ദിവസം ഇത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ വിചാരിച്ചു ഈ ബിസിനസ് മുന്നോട്ട് പോകില്ല. കാരണം പണ്ട് നിന്ന മാതിരത്തൊരു ലെവലല്ല, ബ്രാൻഡിങ് മേഖലയിൽ ബ്രാൻഡ് സ്ട്രോങ് ആയി. പിന്നീടാണ് ഇപ്പോൾ തിരുവല്ലയിൽ അന്ന് ഞാൻ ആദ്യമായിട്ട് ഒരു ഷോപ്പിന് 2 രൂപ കുറച്ച് അരി വിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു. നമ്മുടെ ലാഭം ഇല്ലാതെ നഷ്ടപ്പെട്ടാണ്. കാരണം നമുക്കൊരു വിൽക്കണമല്ലോ, ഒരു എൻട്രി കിട്ടണമല്ലോ. പിന്നെ നോക്കിയത് നമ്മളൊരു എൻട്രി കിട്ടാന്നുള്ളതാണ്. പക്ഷെ ഇന്ന് ഇപ്പം അയാൾ ആ ഒരു തിരുവല്ലയിലെ ഷോപ്പുകാരൻ ശരിക്കും തമിഴ്നാട്ടിൽ നിന്ന് വന്നിരുന്നൊരു കച്ചവടക്കാരനാണ്. അയാളന്ന് അവിടെ ഷോപ്പ് തുടങ്ങിയിട്ട് അവിടെ വിതരണം ചെയ്യുന്നത്, അതായത് കടകളിൽ കൊണ്ടുപോയി കൊടുത്ത് വിതരണം ചെയ്യുന്നതാണ്, ഡിസ്ട്രിബ്യൂഷനാണ്. പക്ഷെ അയാൾ പിന്നീട് ഒരു 3-4 വർഷം കഴിയുമ്പോൾ അയാൾ നിർത്തി വീണ്ടും തമിഴ്നാട്ടിലേക്കാണ് തിരിച്ചു പോയി. പക്ഷെ അന്ന് അവിടെ തുടങ്ങിയിട്ട് പിന്നീട് ഇന്നിപ്പോൾ ഞങ്ങൾക്ക് കേരളം ഒട്ടുക്ക് കൊടുക്കാൻ പറ്റാവുന്ന ഒരു അവസ്ഥയിലേക്ക് ഞങ്ങളുടെ ബ്രാൻഡ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റി, പ്രൊഡക്ഷൻ കൂട്ടാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ അന്ന് ഈ തിരിച്ച് 4 ദിവസത്തെ യാത്ര കഴിഞ്ഞ് തിരിച്ചു പോന്നപ്പോൾ ചിന്തിച്ചു ഇനി ഇത് നടക്കത്തില്ല, 2.5 കോടി രൂപ പോയി, അപ്പം പറഞ്ഞ് കേൾക്കാത്ത ഇതൊക്കെ ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടാവുമായിരിക്കാം. അതിൽ നിന്ന് എങ്ങനെ ഓവർകം ചെയ്ത് ഇത്രയും ഒരു മാർക്കറ്റ് നമുക്ക് പിടിച്ചെടുക്കാൻ സാധിച്ചു? അത് ഈ ബിസിനസ്സിലൊരിക്കലും ഒരു കാര്യം ചെയ്യാൻ, അതായത് ഒരിക്കലും പോയി എന്നൊരു തോന്നൽ എനിക്കുണ്ടായിട്ടില്ല. കാരണം ഒരു ബിസിനസ് നടക്കാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ തിരിഞ്ഞത് അവസാനിപ്പിക്കുന്നത് ചെയ്ത് തെറ്റായിപ്പോയി എന്നൊരു തോന്നൽ ഉണ്ടായിട്ടില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയെങ്കിലും അത് അച്ചീവ് ചെയ്യാം, അത് ശരിയാക്കാം എന്നുള്ളൊരു മനോഭാവത്തിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ആൾക്കാരെ കൂടെ ഉണ്ടല്ലോ, നമ്മളുടെ പോരായ്മ അല്ലെങ്കിൽ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇത്രയും ആളുകൾ പിടിച്ചു നിൽക്കുന്നൊരവസ്ഥയിൽ നമുക്കും അതിലും ഭംഗിയായിട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ പിന്നെ നമുക്ക് അതിൻ്റെ പുറകെയാണ് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, ഏറ്റവും വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെയൊക്കെ കോമ്പീറ്റ് ചെയ്ത് എങ്ങനെ നമ്മുടെ ഷോപ്പുകളിൽ അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു രീതിയിൽ തന്നെ ചെയ്തു. ഓക്കെ, അപ്പോൾ അത് എന്ത് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്തു? കാരണം ഇന്നാണെങ്കിൽ ഒരുപാട് മാർക്കറ്റിംഗ് മെത്തേഡ്സ് ഉണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്, ഹോർഡിങ്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് പരസ്യത്തിനുള്ള മെത്തേഡ്സ് ഉണ്ട്, ബ്രാൻഡ് ചെയ്യാൻ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഈ 25 കൊല്ലം മുന്നേ നമ്മൾ എങ്ങനെ ഈ മാർക്കറ്റിലേക്ക് ഫസ്റ്റ് എൻട്രി നടത്തി? ശരിക്കും നമ്മൾ മറ്റുള്ളവരെ തന്നെയാണ് ആദ്യം ഒന്ന് ശ്രദ്ധിച്ചത്. അതായത് മറ്റുള്ള ആളുകളൊക്കെ എങ്ങനെ അരി വിൽക്കുന്നു, പിന്നെ നമ്മൾ മാർക്കറ്റിൽ സ്ഥിരം സഞ്ചരിക്കുകയാണല്ലോ. അപ്പോൾ ഓരോ ഷോപ്പുകളിലും കടന്നു ചെല്ലുമ്പോൾ ഓരോ ആൾക്കാരും റിക്വയർമെൻറ്റ്, അവരുടെ ആവശ്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. ചിലവർക്ക് പറയും ഇന്ന രീതിയിലായിരിക്കും, ഒരു ഇത്ര മണിക്കൂർ വേവുള്ള അരി ഞങ്ങൾക്ക് വേണം, ഇത്ര മണിക്കൂർ വേവില്ലാത്ത അരി വേണം, അരിയുടെ ഇത് തവിടിൻ്റെ അളവ് തീരെ പാടില്ല, അരിക്ക് തവിടുള്ള അരി വേണം. അരിയിലും കസ്റ്റമൈസേഷനോ? അതുണ്ട്. അതിപ്പോൾ ശരിക്കും നമ്മൾ ഇടുക്കി ജില്ലയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇടുക്കി ജില്ലയിൽ എല്ലാവർക്കും നല്ല വൈറ്റായിട്ടിരിക്കണം അരി. അത് നല്ല മട്ടേരി ആണെങ്കിലും അത് തുമ്പപ്പൂ ചോറ് പോലെ വെളുത്തിരിക്കണം, വേവ് ഇത്തിരി കുറവായിരിക്കണം. തിരുവനന്തപുരം സൈഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നല്ല ചുമന്നിരിക്കണം അരി, തവിട് വേണം, പക്ഷേ അരിക്ക് നല്ല വേവ് വേണം. കോട്ടയത്തും അരിക്ക് പ്രത്യേകതയുണ്ട്. അന്ന് തൊട്ടടുത്തുള്ള ചങ്ങനാശ്ശേരിയിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ അരിക്ക് കുറച്ചും കൂടി കളറ് വേണം, വൈറ്റ് കളറായിട്ടിരിക്കണം. എറണാകുളം ജില്ലയിലേക്ക് വരുമ്പോൾ അത് കുറച്ച് വേവ് കുറഞ്ഞിരിക്കണം. അന്ന് നല്ല ബ്രൈറ്റ്നെസ്, അതായത് നല്ല ചോറ് വയ്ക്കുമ്പോൾ നല്ല വെളുത്തിരിക്കണം, മട്ടരി ആണെങ്കിലും വെളുത്തിരിക്കണം. നമ്മൾ വടക്കോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേവ് കുറഞ്ഞിരിക്കണം. പക്ഷെ പിന്നീടുള്ള ചലഞ്ച് അതായിരുന്നു. അപ്പോൾ നമ്മളെന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമൊക്കെ ഈ പറയുന്ന രീതിയിൽ, പറയുന്ന റിക്വയർമെൻ്റ് അനുസരിച്ചിട്ട് കടകളിൽ അരി ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കും. അവർക്ക് ആവശ്യപ്പെട്ട രീതിയിൽ നമ്മൾ കൊണ്ടുപോയി കൊടുക്കും. അത് മാറിപ്പോകാതെ, അപ്പോൾ തിരുവനന്തപുരത്തേക്ക് പോകേണ്ട അരി ഇടുക്കിക്ക് പോയാൽ അത് കംപ്ലൈൻ്റ് ആവും. അപ്പോൾ അതിനെ ആ രീതിയിൽ തന്നെ മാനേജ് ചെയ്ത് സർവീസ് കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ നിന്നത്. പക്ഷെ ഇന്ന് അരിക്ക് ആ രീതി മാറി. ഇപ്പോൾ ഒരു 2000 തുടങ്ങി ഇപ്പോൾ 2025 എത്തിക്കുന്ന ഈ സമയത്ത് അങ്ങനത്തെ ഒരു രീതിയില്ല. ഇന്ന് ഞങ്ങളുടെ അരി ഇനിയിപ്പോൾ വിദേശത്ത് മേടിച്ചാലും നമ്മുടെ നാട്ടിൽ മേടിച്ചാലും ഇനിയിപ്പോൾ ബാംഗ്ലൂർ മേടിച്ചാലും
കാസർഗോഡ് മേടിച്ചാലും കന്യാകുമാരിയിൽ മേടിച്ചാലും ഒരേ കണ്ടീഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റും. കൺസിസ്റ്റൻസി അത് കൊണ്ടുപോകും. അത് കൊണ്ടുവരാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയാണ് ബ്രാൻഡിങ് മേഖലയിലേക്ക് കയറി വന്നത്. ഇപ്പോൾ ഇടുക്കിക്കാർക്കും ഒരേ സ്വഭാവമായി, തിരുവനന്തപുരത്ത് ഒരേ സ്വഭാവമായി, നമ്മളെല്ലാരും ഒരേ സ്വഭാവമാക്കി. അതാക്കി. കാരണം അതൊരു ഒരേ കുറച്ച് റിസ്ക്കുള്ള പരിപാടിയും അന്ന് നല്ല രസമുള്ളൊരു കാര്യമായിരുന്നു. ഞങ്ങൾ ഇടുക്കിയിൽ ആദ്യം തവിട് വെച്ചിട്ട് നിലനിർത്തിയ ആൾക്കാർക്ക് അരി ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇതിവിടെ പോവില്ല. പിന്നെ അവരെ കൺവിൻസ് ചെയ്യിക്കാനും അവരെ കൊടുത്ത് ശീലിപ്പിക്കാനും കുറച്ച് റിസ്ക് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. കുറച്ച് ബിസിനസ് വേണമെങ്കിൽ കുറയട്ടെ, പതുക്കെ ആൾക്കാർ ഉപയോഗിച്ചിട്ട് വന്നാൽ മതി. അപ്പോൾ അതൊക്കെ പിന്നീട് അത് ഭയങ്കര വിജയം കണ്ടു. പിന്നീട് അത് നമ്മൾ അംഗീകരിച്ചു. ഇന്ന് ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു, ഞങ്ങൾ മട്ടേരി എങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്നോ അതിൻ്റെ പുറകെ മറ്റുള്ള ബ്രാൻഡുകൾ അതേ ശൈലിയിൽ ഉൽപ്പാദിപ്പിക്കാനുള്ളൊരു പ്രവണതയിലേക്ക് ഇന്ന് അവർ വന്നു. പണ്ട് ഞങ്ങൾ അങ്ങനെയല്ല. പണ്ട് മറ്റുള്ളവരുടെ പുറകെ ഓടി കഷ്ടപ്പെട്ട് ചെയ്തു. അതാണ് മാർക്കറ്റിലെ ഈ നമ്മൾ മാർക്കറ്റ് ലീഡർ എന്ന് പറയും. ഇപ്പം ഞങ്ങൾക്ക് അതാവാൻ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് മാത്രം എഫർട്ട്. അത് മാർക്കറ്റിൽ സഞ്ചരിക്കുന്നതുകൊണ്ടാണ്, മാർക്കറ്റ് അറിയുന്നതിൻ്റെ പേരിലാണ്. മാർക്കറ്റിൽ സ്ഥിരമായിട്ട് ഇപ്പോഴും ഞങ്ങൾ മാർക്കറ്റ് വിസിറ്റ് ചെയ്യാൻ പോകും. മാർക്കറ്റിലെ ആൾക്കാരെ കാണും. ആൾക്കാരെ മാത്രമല്ല, ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഊണ് കഴിച്ച് ആദ്യം ചോദിക്കുന്നത് ഇത് ആരുടെ അരിയാണ്. പിന്നെ ഇപ്പം എനിക്കറിയാം ഏതൊരു ഹോട്ടലിൽ കയറി ഊണ് കഴിച്ചാൽ അത് ഏത് ബ്രാൻഡ് അരിയാണെന്ന്, അത് നമ്മുടെയാണോ അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെയുള്ള ഏത് ഫേമസ് ബ്രാൻഡാണ് എന്നുള്ളത് നമുക്ക് അറിയാം. അത് നമുക്ക് ഓരോന്നിൻ്റെ സ്വഭാവവും ഓരോ രീതികളും ഓരോ മില്ലിരിക്കുന്ന മിഷനറികളും അവരുടെ പ്രവർത്തന ശൈലികളും ഒക്കെ മാച്ച് ചെയ്തുകൊണ്ട് തന്നെയാണ് ഞങ്ങളിത് ഈ മാർക്കറ്റിൽ പ്രവർത്തിക്കുന്നത്. ഞാൻ തിരിച്ച് നമ്മുടെ തുടക്കകാലത്തേക്ക് പോവുകയാണെങ്കിൽ അന്ന് ഈ 4 എംപ്ലോയീസ് ആയിട്ടാണ് തുടങ്ങുന്നത്. ഈ 4 എംപ്ലോയീസ് തുടങ്ങുമ്പോൾ നമ്മൾ എന്തായിരുന്നു, ജോൺസൺ സാർ അതിനകത്ത് എന്ത് റോളായിരുന്നു കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്? ഇത് ഞങ്ങൾ ഈ 4 എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമല്ല, എൻ്റെ അമ്മയും വരും, എൻ്റെ അപ്പനും വരും, ഇനി എംപ്ലോയീസും ഉണ്ടാവും. ഞങ്ങളൊക്കെ എല്ലാവരും കൂടിയിട്ടാണെന്ന് ഈ ജോലി മുഴുവൻ ചെയ്ത് തീർക്കണം. അപ്പോൾ അവിടെ ഇന്ന ജോലിയൊന്നുമില്ല, എല്ലാ ജോലിയും ചെയ്യും. ഇപ്പോൾ നെല്ല് കളത്തിൽ ഉണക്കണ പരിപാടിയാണെങ്കിൽ അത് ചെയ്യും, ബില്ലിംഗ് ആണെങ്കിൽ അത് ചെയ്യും. ഈ 1 കോടി രൂപ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് റേസ് ചെയ്തൊരു തുകയാണ്. ബാക്കിയാണ് നമുക്ക് ലോൺ വന്നിരിക്കുന്നത്. ഈ 1 കോടി രൂപ എവിടെ നിന്ന് റേസ് ചെയ്തു? അപ്പം തന്നോ അതോ നമ്മൾ ഇത്രയും നാളും പണിയെടുത്ത് അന്നുണ്ടാക്കിയ 10 ലക്ഷം രൂപ വീണ്ടും 1 കോടി ആയായിരുന്നോ? കുറേ പൈസകളൊക്കെ നമുക്ക് കയ്യിലുണ്ടായിരുന്നു. കുറേ പൈസ നമ്മൾ പല ആൾക്കാരിൽ നിന്നും കളക്ട് ചെയ്ത പൈസകളുണ്ട്. പിന്നെ കുറച്ച് പാരമ്പര്യമായിട്ടുള്ള നമ്മുടെ അസറ്റുകളൊക്കെ അന്ന് വിൽക്കേണ്ടി വന്നിട്ടുണ്ട്, സ്ഥലങ്ങൾ. അപ്പോൾ അതിനൊക്കെ അപ്പം നല്ല സപ്പോർട്ട് തന്നിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും കീർത്തി കമ്പനി മുന്നോട്ട് പോകുന്നൊരു അവസ്ഥയില്ലായിരുന്നു. 2002 എത്തുന്ന കാലഘട്ടത്തിൽ വീണ്ടും ഫിനാൻഷ്യലായിട്ട് വീണ്ടും ഭയങ്കര പ്രശ്നങ്ങളായി. കാരണം നമ്മളെ കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് പറയുന്ന തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ. ഇതെല്ലാം ഫണ്ടിന് അന്ന് ബാങ്കും മറ്റുള്ള ആൾക്കാരും ഫണ്ട് തരുന്നതിനൊരു ലിമിറ്റുണ്ട്. പിന്നെ ഇച്ചിരി വലിയൊരു പ്രോജക്റ്റായിട്ട് തന്നെയാണ് നമ്മളത് കീർത്തി കമ്പനി ഏറ്റെടുത്തത്. ഇത് ഫാമിലിയുടെ സപ്പോർട്ട്. അതിപ്പോൾ നമ്മുടെ വീട്ടിലന്ന് ഞങ്ങളുടെ സ്വർണം, അതെനിക്ക് എൻ്റെ കുടുംബപരമായിട്ട് എൻ്റെ വൈഫിനൊക്കെ കിട്ടിയാണ് സ്വർണം, അതെല്ലാം വിൽക്കേണ്ടി വന്നു. അതൊന്നൊരു മടിയില്ലാതെയാണ് അവർ എല്ലാം തന്നത്. പക്ഷെ പിന്നീട് ഇപ്പോഴും ഒരു സ്വർണത്തോടുള്ള ഭ്രമം തന്നെ അതോടുകൂടി അന്ന് കഴിഞ്ഞു. അന്ന് വേണ്ടാന്ന് വെച്ചതാണ്. അന്ന് ഇടാനില്ലല്ലോ പിന്നെ അല്ലേ? അന്നില്ലാത്തതിൻ്റെ ഒരു വിഷമം ഉണ്ടായി കാണും. പക്ഷെ പിന്നീട് അത് ശീലമായി. എനിക്ക് തോന്നുന്നു ആ ഒരു സപ്പോർട്ടും സ്നേഹവും ഒക്കെ ആയിരിക്കും ഇന്ന് 25 വർഷങ്ങൾക്ക് ഇപ്പുറം നിൽക്കുമ്പോൾ നമുക്ക് ഇത്രയും വലിയൊരു ബ്രാൻഡായിട്ട് വളരാൻ സാധിച്ചതിന് ഏറ്റവും വലിയ കാരണം. അത് അവരുടെ സപ്പോർട്ടിൻ്റെ മുകളിൽ, അതായത് ഞാനൊരു ദൈവവിശ്വാസിയാണ്, അന്ന് ഞാനൊരു മതവിശ്വാസിയല്ല. കാരണം എന്നെ സംബന്ധിച്ച് എല്ലാ മനുഷ്യർക്കും ദൈവം ഒരേപോലെ ആയിട്ടുള്ളൊരു ദൈവമാണ് വിശ്വസിക്കുന്ന ഒരാളെ. അതുകൊണ്ട് തന്നെ മതവിശ്വാസത്തിൽ ഊന്നിയുള്ള ഒരു ദൈവവിശ്വാസത്തിലേക്കല്ല ഞാൻ കടന്നു പോകാറ്. ഞാൻ കൂടുതലും ഞാൻ വായിക്കുന്ന പുസ്തകവും ബൈബിൾ തന്നെയാണ്. ബൈബിൾ എടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് അത് വായിച്ചുകൊണ്ടാണ് ഞാൻ മതവിശ്വാസം എനിക്ക് തീരെ ഇല്ലാതെയായത്. എന്നെ സഹായിക്കുന്നൊരു ദൈവം, അല്ലെങ്കിൽ കീർത്തി മില്ലിനെ അനുഗ്രഹിക്കുന്നൊരു ദൈവം, അത് എപ്പോഴും എൻ്റെ ചിന്തകൾക്കും ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്കും അതീതമായിട്ട് സഹായിക്കുന്നതും എപ്പോഴും ഞാൻ തിരിച്ചറിയുന്നുണ്ട്. അതെന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രചോദനവും അനുഗ്രഹമാണ്. ഓക്കെ. ഈ 2000-ലൊക്കെ ഇതിന് തുടക്ക സമയത്ത് സെയിൽസ്മാനായിട്ട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു എന്നോട്. അപ്പം ഇങ്ങനെ മുതലാളി പട്ടമൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മൾ മാർക്കറ്റിലേക്ക് സെയിൽസ്മാനായിട്ട് പോയപ്പോൾ വിഷമം തോന്നിയിട്ടുണ്ടോ? സത്യത്തിൽ ഞാൻ ഇന്നേവരെ
അങ്ങനെ ഒരു പട്ടിട്ടിട്ടില്ല. അതായത് ഈ തുടങ്ങിയപ്പോഴും ഞാനൊരു തൊഴിലാളിയാണ്. ഇന്നും ഞങ്ങളുടെ കമ്പനിയിൽ ഏറ്റവും കൂടുതൽ സമയവും ഏറ്റവും കൂടുതൽ എഫർട്ട് എടുക്കുന്ന ഒരു തൊഴിലാളി ഞാൻ തന്നെയാണ്. സീനിയർ മോസ്റ്റ് തൊഴിലാളിയല്ലേ? അതെ അതെ. അത് ഞങ്ങളിന്ന് മാർക്കറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചെറിയ ബ്രാൻഡാണല്ലോ. അന്ന് പ്രമുഖ റൈസ് ഇൻഡസ്ട്രീസിൽ തന്നെ 10-15ഓളം ബ്രാൻഡ് ഞങ്ങളുടെ മുകളിലാണ്. അപ്പോൾ ഓരോ ഷോപ്പിലും കടന്നു ചെല്ലുമ്പോൾ ഞങ്ങൾക്കുള്ള സ്വീകാര്യത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനൊക്കെ തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യാൻ പോകുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് പാലക്കാടൻ റൈസ് മാത്രം മതി. അവർ പറയും കാലടി ഏരിയയിലെ റൈസ് വേണ്ട, പാലക്കാടുള്ള ഏരിയ ഞങ്ങൾ വിൽക്കുള്ളൂ. അപ്പോൾ ഞാൻ പറയും ഞാൻ പാലക്കാട് നിന്ന് നെല്ല് കൊണ്ടുവന്ന് കാലിയിൽ പണിയുന്നതാണ്. പിന്നെ ഉള്ളത് സത്യസന്ധമായിട്ട് കടകൾക്കാരുടെ അടുത്ത് നമ്മൾ പറയും. അപ്പോൾ പല കടകളിലും നമ്മൾ ചെന്നിരിക്കുമ്പോൾ നമുക്ക് നമ്മളെ സ്വീകരിക്കാനോ ഇന്നത്തെ മനോഭാവമല്ല. അന്ന് നമ്മൾ കടകളിൽ കയറി ചെല്ലുമ്പോൾ ആദ്യമേ പറയും വേണ്ട, നിൻ്റെ ബ്രാൻഡല്ല, ഈ ഒരു പുതിയൊരു അരി ഇനിയിപ്പോൾ ഇവിടെ പോവില്ല എന്നൊക്കെ പറയുന്ന ഒരു സന്ദർഭത്തിൽ കടക്കാർ പിന്നീട് നമുക്ക് അവരുമായിട്ടുള്ള ബന്ധം നമ്മളിങ്ങനെ നിരന്തരം, സെയിൽസ്മാൻ്റെ സ്വഭാവം അറിയാലോ, എത്ര പ്രാവശ്യം കടയിൽ നിന്ന് തന്നെ ഇറക്കി വിട്ടാലും ഞാൻ കടയിൽ നിന്ന് ഇറങ്ങി പോരില്ല. വീണ്ടും കറങ്ങി തിരിഞ്ഞ് വീണ്ടും എത്തും. അവസാനം അവർ പറയും പരീക്ഷിക്കാം, നോക്കാം, സഹിയിട്ടെടുക്കുക തന്നെയായിരിക്കും. പക്ഷേ ആ ഒരു എൻട്രി മതി നമുക്ക്. നമ്മളതവിടെ ഒന്ന് ആ ബന്ധം പിന്നെ നമ്മൾ മുറിക്കില്ല. കാരണം നമ്മൾ ആ കടക്കാരനെ പോലെ അയാളുടെ കടയിൽ അരി വിൽക്കേണ്ടത് നമ്മുടെ ഒരു ചുമതലയാണ്. അപ്പോൾ അതിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കി നടത്തി അതിനോട് കൂടെ നിൽക്കും. അങ്ങനെ നടക്കുമ്പോൾ എനിക്ക് ഏറ്റവും പ്രചോദനം തോന്നിയിരിക്കുന്ന ഒരാൾ, നമ്മൾ ഈ അരി കൈപിടിച്ച് കടകളിൽ ചെല്ലുമ്പോൾ നമുക്ക് റെസ്പെക്റ്റും ഇല്ല, ആൾക്കാർ നമ്മളെ തിരിച്ചറിയില്ല, വേണ്ടെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടേക്കുന്നത് നമ്മുടെ ഈസ്റ്റേണിൻ്റെ മീരാൻ ഇക്കാനാണ്. മീരാനിക്ക അന്ന് കടകളിൽ വന്ന് കയറുമ്പോൾ ഞാൻ പല ടൈമുകളിലും കടകളിൽ ആൾ വന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കടകളിലേക്ക് കയറി വരാം, വെറുതെ കടക്കാരനോട് ഒരു 5 മിനിറ്റ് വർത്തമാനം പറഞ്ഞ് വളരെ ഫ്രണ്ട്ലി. പിന്നെ മീരാനിക്ക കടയിലേക്ക് വരുമ്പോൾ കടക്കാർക്കും അതേ രീതി തന്നെ അവർ സ്വീകരിക്കുന്നുണ്ട്, സന്തോഷമുണ്ട്. കാരണം അങ്ങനെ ഒരാൾ എൻ്റെ കടയിലേക്ക് വരുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. പക്ഷെ എന്നെ ശ്രദ്ധിച്ച കാര്യം അതല്ല, മീരാനിക്ക കടയിൽ വരുന്നു എന്നുള്ളതാണ് എന്നെ ശ്രദ്ധിച്ചത്. കാരണം ഇത്രയും വളരെ ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡിലൊരാൾക്ക് അരി വിൽക്കാൻ ഇത്രമാത്രം 100 കണക്കിന് സെയിൽസ്മാരും വണ്ടികളും വാഹനങ്ങളും. കാരണം അടിമാലിയിൽ നിന്ന് ശരിക്കും കോതമംഗലം വരെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസ്റ്റേണിൻ്റെ വണ്ടികളെ കാണാനുള്ളൂ. അത്രയും മികച്ചു നിൽക്കുന്ന ഒരു ബ്രാൻഡിൻ്റെ ഒരു ഉടമസ്ഥൻ കടകളിൽ കയറുന്നു, സംസാരിക്കുന്നു. അത് ഞങ്ങളെപ്പോലെ ചെറിയ ബ്രാൻഡ് അല്ലെങ്കിൽ അരി ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ കഷ്ടപ്പെടുന്ന ഞങ്ങൾക്കൊക്കെ വലിയ പ്രചോദനം ഉണ്ടാക്കുന്ന കാര്യമാണ്. അല്ല, മേ ബി ആ ഒരു അദ്ദേഹത്തെ പോലുള്ള ആളുകളുടെയൊക്കെ ആ ഒരു അവരെയൊക്കെ കണ്ടു പഠിച്ചതുകൊണ്ടായിരിക്കാം നമുക്ക് ഇന്നും അതേ രീതിയിൽ അതേ പാറ്റേണിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്, ആ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ അങ്ങനെയുള്ള ആളുകളെ ഞാൻ ഒരുപാട് ശ്രദ്ധിക്കാറുണ്ട്. അതായത് മാർക്കറ്റിൽ ഇങ്ങനെ പ്രവർത്തന ശൈലികളെ, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് മീരാനിക്ക് മാത്രമല്ല വേറെ പല ആളുകളെയും, അതായത് ഇപ്പോൾ പല ഇൻഡസ്ട്രിയിലും നമ്മൾ കയറി ചെല്ലുമ്പോഴും പലരെ കാണുമ്പോഴും അവരുടെ നേട്ടങ്ങൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കും. അപ്പോൾ പിന്നെ അത് നമ്മളും അതുപോലെ തന്നെ മാക്സിമം ട്രൈ ചെയ്യും. അങ്ങനെ ആവാൻ നമ്മൾ ശ്രമം നടത്തും. ഓക്കെ, അന്ന് നമ്മൾ ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എത്ര ടണ്ണായിരുന്നു നമ്മുടെ കപ്പാസിറ്റി? ഞാനൊരു ഇടവേള പറഞ്ഞല്ലോ, കുറച്ചു കാലം ഇൻഡസ്ട്രീസിൽ ഉണ്ടായില്ല. ഞാൻ എൻ്റെ ഫാദറിനെ ഇന്ന് ബിസിനസ് ആയിട്ട് എടുക്കുമ്പോൾ അന്നൊരു ദിവസം 3 ടണ്ണാണ് കപ്പാസിറ്റി. 3 ടണ്ണ് നെല്ല് 89. പിന്നീട് അത് 2005 ആയപ്പോഴേക്കും ഒരു 120 ടണ്ണിലേക്ക് വളർന്നു. കാരണം 2005 കമ്പനിക്ക് ഒരു അപകടം ഉണ്ടായി. കാരണം കമ്പനി ഒരു വലിയൊരു കൊടുങ്കാറ്റിൽ കമ്പനി മുഴുവനൊന്ന് ഡാമേജ് ആയി. ഡാമേജ് ആയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മെഷീനറികളും ഷെഡുകളും ഒക്കെ കൂടിയിട്ട് ഡാമേജ് ആയി. പക്ഷെ അന്ന് എടുത്തൊരു തീരുമാനമാണ്, നമുക്ക് എന്തായാലും കമ്പനി ഡാമേജ് ആയി, അത് പുതുക്കി പണിയുമ്പോൾ പ്രൊഡക്ഷനും കൂടി ഇരട്ടിയാക്കുക, കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ടെക്നോളജി ഉപയോഗിക്കുക എന്ന് പറയുന്നൊരു കാര്യത്തിലേക്ക് നമ്മുടെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനെയും അന്നത്തെ ബാങ്കുകളും അന്ന് കുറച്ചുകൂടി ഭംഗിയായിട്ട് ഇൻഡസ്ട്രി സപ്പോർട്ട് ചെയ്യുന്നൊരു രീതിയാണ്. ഒരു 2010 ആയപ്പോഴേക്കും ഞങ്ങൾ VStar അഗ്രോമിൽസ് എന്ന് പറഞ്ഞൊരു വേറെ മില്ല് കൂടിയും മേടിച്ചു ഇതിനെ അസിസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട്. അപ്പോഴത്തേക്കും പ്രൊഡക്ഷനും കൂടി മാർക്കറ്റിൽ നമ്മുടെ പ്രസൻസ് കൂടി നമ്മളിങ്ങനെ കുറച്ചും കൂടി ഒക്കെ ഒരു മറ്റുള്ള ബ്രാൻഡുകളുടെ ഒപ്പം പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജും ആദ്യത്തെ ഒരു 10 നമ്പറിലേക്കൊക്കെ നമ്മൾ എത്തി. അല്ലെങ്കിൽ നമ്മളെ കുറച്ചും കൂടിയൊക്കെ മേടിക്കാം, നമ്മളെ വിശ്വസിക്കാം, നമ്മുടെ സർവീസ് കടക്കാർക്ക് ഇഷ്ടമായി, അവർ നമ്മളെ കുറച്ചും കൂടിയും സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞങ്ങളെ കുറച്ചും കൂടിയും അവരിഷ്ടപ്പെടാൻ തുടങ്ങി. കുറച്ച് വ്യത്യസ്തമൊക്കെ അന്നും ഞങ്ങൾ കൊണ്ടുവരും. അതായത് മാർക്കറ്റിലാണെങ്കിലും അന്നും ചണച്ചാക്കാണ് അന്ന് ഉപയോഗിക്കണം. ചണച്ചാക്ക്
തേയിലച്ചാക്ക് വെട്ടി ഇത്തിരി കട്ടിയുള്ള ബാഗായിട്ട് ഒരു ബോക്സ് ടൈപ്പിലൊക്കെ മാർക്കറ്റിൽ എത്തിക്കാനായിട്ട് ഞങ്ങൾ ശ്രമിച്ചു. ഇപ്പോഴാണ് പിന്നെ പ്ലാസ്റ്റിക് ബാഗിലേക്കൊക്കെ വന്നത്. 2010 ശേഷമാണ്. 2015 ആയപ്പോൾ വീണ്ടും ഒരു 100 ടൺ കൂടി അഡീഷണൽ കൊണ്ടുവന്നു. ഈ പ്രൊഡക്ഷൻ കൂട്ടാന്നുള്ളത് മാത്രമല്ല ഞങ്ങൾ ചെയ്തത്, പ്രൊഡക്ഷൻ എങ്ങനെ എടുക്കാം. പിന്നെ നെല്ലിനും അരിയുടെയും ആറാൻറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ മുമ്പ് സൂചിപ്പിച്ചല്ലോ, അപ്പോൾ ഒരു കേരളത്തിലും വിദേശത്തും എവിടെയായിരുന്നാലും ഇന്നിപ്പോൾ ഞങ്ങളുടെ ബ്രാൻഡ് അരി മേടിക്കുന്ന ഒരാളെ സംബന്ധിച്ച് എന്നും ഒരേ ക്വാളിറ്റിയാണ്, ഒരേ വേവാണ്, ഒരേ നിറമാണ്, ഒരേ ടേസ്റ്റാണ്. അപ്പോൾ അത് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് പിന്നത്തെ ശ്രമം. അതിനു വേണ്ടിയിട്ട് ഒരുപാട് മെഷീനറികളിൽ മാറ്റം വരുത്തി, അതിൻ്റെ പ്രൊഡക്ഷൻ ലൈനിൽ മാറ്റം വരുത്തി, ഇപ്പം നെല്ല് പുഴുങ്ങുന്ന രീതികളിൽ മാറ്റം വരുത്തി. സൂര്യപ്രകാശത്തിൽ ഉണങ്ങി വരുന്ന നെല്ല് അത് നമുക്ക് മെഷീനറിയിലേക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും, അതാണ് ഞങ്ങളുടെ ശ്രദ്ധ. നാച്ചുറലായിട്ട് ഒരു നെല്ല് പുഴുങ്ങി ഉണക്കി സൺലൈറ്റിൽ ഉണങ്ങി വരുന്നൊരു രീതിയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. അതിനോട് യോജിപ്പിക്കാവുന്ന രീതിയിൽ മെഷീനറികളെ കൊണ്ടുവരുന്ന ഒരു സമ്പ്രദായം കൊണ്ടുവന്നു. എനിക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ ഒരു കർഷക കുടുംബത്തിൽ നിന്ന് വന്ന വീട്ടിലൊക്കെ മറ്റേ ഒരു പുഴുക്ക് 2 പുഴുക്ക് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ എത്ര ടൺ നമ്മൾ ടോട്ടൽ ചെയ്യുന്നുണ്ട് ഒരു ദിവസം? ഇപ്പൊ ഞങ്ങൾക്ക് എല്ലാ കമ്പനികളും കൂടിയിട്ട് 1000 ടണ്ണ് പ്രൊഡക്ഷൻ എടുക്കാവുന്ന ഒരു സംവിധാനമുണ്ട്. ഏകദേശം ഫുൾ ടൈം അത്രയും ഞങ്ങൾക്ക് എടുക്കാൻ ചിലപ്പോൾ സാധിക്കുന്നില്ല, പക്ഷെ എങ്കിലും ഒരു 70-80% പ്രൊഡക്ഷൻ എടുത്താൻ സാധിക്കുന്നു. ഇപ്പോൾ 89 നിങ്ങൾ 4 എംപ്ലോയീസും ജോൺസൺ സാറും അപ്പനും അമ്മയും കൂടെ സ്റ്റാർട്ട് ചെയ്തൊരു പ്രസ്ഥാനം. അത് വീണ്ടും നമ്മളൊരു 93 ആയപ്പോഴേക്കും വേണ്ടാന്ന് വെക്കുന്നു. അവിടുന്ന് വീണ്ടും നമ്മൾ 2000 വന്നു കഴിഞ്ഞപ്പോൾ പുതിയൊരു കമ്പനി ഏറ്റെടുത്ത് അവിടെ നമ്മൾ ഒന്നേന്ന് വീണ്ടും തുടങ്ങുകയാണ്. ഈ തുടങ്ങി ഇന്ന് 25 വർഷങ്ങൾക്ക് ഇപ്പുറം എത്തി നിൽക്കുമ്പോൾ ഇന്ന് നമ്മുടെ ഇവിടെ എത്ര എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട്? പ്രൊഡക്ഷൻ മാത്രമല്ലല്ലോ, ഞങ്ങൾക്ക് പ്രൊഡക്ഷൻ, വിതരണം, എല്ലാ സ്ഥലങ്ങളിലും എത്താം. അതിൻ്റെ എക്സിക്യൂട്ടീവ്സ് എല്ലാ ജില്ലയിലും, മാനേജേഴ്സ്, അതുപോലെ തന്നെ സെയിൽസ്മാൻമാർ, വണ്ടി ഓടിക്കുന്ന ഡ്രൈവേഴ്സ്, അങ്ങനെ എല്ലാം കൂടിയിട്ട് ഏകദേശം ഒരു 1000-ഓളം മലയാളികൾ തന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ട്. 1000 മലയാളികൾ നമ്മുടെ കൂടെ ഉണ്ട്. ഏകദേശം അതിപ്പോൾ ലേഡീസ് സ്റ്റാഫ് തന്നെ ഏകദേശം ഒരു 10-200ഓളം ലേഡീസ് ഉണ്ട് ഞങ്ങൾക്ക്. അത് അവര് പ്ലാന്റിലൊന്നല്ല വർക്ക് ചെയ്യുക, അവര് ഓഫീസിലാണ്. അതായത് മാർക്കറ്റിംഗ് ആണ് ഇന്നിപ്പോൾ ഏറ്റവും ആളുകളെ നമുക്ക് ആവശ്യമായിട്ടുള്ള മേഖല മാർക്കറ്റിംഗ് മേഖലയാണ്. കാരണം ഞങ്ങൾക്കിന്ന് എല്ലാ പ്രൊഡക്റ്റുകളും ഉണ്ടല്ലോ. അതായത് ഇപ്പം അരി മാത്രമല്ല, ഉപ്പ്, പഞ്ചസാര, ശർക്കര, വെളിച്ചെണ്ണ, സൺഫ്ലവർ, പാം ഓയിൽ, അച്ചാർ, അങ്ങനെ എല്ലാ മിക്കവാറും പ്രൊഡക്റ്റുകളൊക്കെ മാർക്കറ്റിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുറകിൽ മാർക്കറ്റിൽ സ്ട്രെങ്ത്ത് നമുക്ക് വളരെ അത്യാവശ്യമാണ്. കാരണം പണ്ടത്തെ മാർക്കറ്റില്ല ഇന്ന്. കാരണം ഇന്ന് ആൾക്കാർ ഒരു ബ്രാൻഡ് ചൂസ് ചെയ്യാന്ന് പറയുന്നത് ഒരു ഷോപ്പുകാരൻ പറഞ്ഞിട്ടൊന്നുമല്ല. കാരണം അവർ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് ചൂസ് ചെയ്ത് ഉപയോഗിച്ച് വീണ്ടും ഇഷ്ടപ്പെട്ട് മാത്രമേ ഒരു ബ്രാൻഡ് മേടിക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അതിനെ എത്തിക്കാൻ, അതിനെ കൺവിൻസ് ചെയ്യിപ്പിക്കാനും അതിനുള്ള ആളുകൾ, അതുപോലെ തന്നെ അക്കൗണ്ട്സിൽ, ഇനി അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പുതിയൊരു സിസ്റ്റമാണ് ടെലിമാർക്കറ്റിങ്ങിൽ മാത്രം ഏകദേശം ഒരു 60ഓളം സ്റ്റാഫുണ്ട്. അവർ ഭൂരിഭാഗം ലേഡീസാണ്. അവർ എല്ലാ ഷോപ്പുകളിലേക്കും ഇങ്ങനെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കും. ഏത് ഐറ്റമാണ് ഷോർട്ടേജ് എന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു കൂട്ടാളുകൾ, മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്ന ആളുകളിൽ എക്സിക്യൂട്ടീവ്സ് ഷോപ്പുകളിൽ കയറി ഇറങ്ങും. അവരും ചോദിക്കും, ഐറ്റം തീരാൻ പാടില്ല. കാരണം ഒരു ഐറ്റം ഒരു കടയിൽ ഇല്ല എന്ന് പറയുന്നത് ഒരു ബ്രാൻഡിനെ സംബന്ധിച്ച് ഏറ്റവും മോശം ഒരവസ്ഥയാണ്. അപ്പോൾ അവിടെ തീരാതെ കൃത്യമായിട്ട് എത്തിക്കണം. അതിനുള്ള വാഹനങ്ങൾ വേണം, വണ്ടികൾ വേണം. അങ്ങനെ ശരിക്കും ഞങ്ങളുടെ ടേൺ ഓവറിൻ്റെ നല്ലൊരു സംഖ്യ ശരിക്കും നമ്മുടെ ഇവിടെ തന്നെ ആളുകളിലേക്ക് എത്താണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സാലറി, വേജസ് ഒക്കെ ആയിട്ടാണെന്ന് നല്ലൊരു പൈസ എല്ലാ മാസവും അതിനധികം വേണ്ടി വരും. അപ്പോൾ ഈ 1000 മലയാളികളെ കൂടെ നോർത്ത് ഇന്ത്യൻസ് എത്ര പേരുണ്ട്? അവർ ഏകദേശം ഒരു 400-500 അടുത്തോളം ആളുകൾ. ടോട്ടൽ അവർ ലോഡിങ് അൺലോഡിങ് മാത്രമാണ് കൂടുതൽ ചെയ്യണത്. പിന്നെ പ്ലാന്റിൽ ഇപ്പോൾ കുറച്ചും കൂടിയും നോർത്ത് ഇന്ത്യൻസ് കുറച്ചും കൂടിയും അവർ നമ്മുടെ പ്ലാന്റിലും ഓപ്പറേറ്റേഴ്സും ഒക്കെ വരുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടി അവരിന്ന് എഡ്യൂക്കേറ്റഡാണ് അവിടുന്ന് വരുന്ന ആളുകൾ. അവർ കുറച്ചും കൂടി നമ്മളോട് ചില പല വർക്കുകളും ചെയ്യാൻ തയ്യാറായി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ
ടോട്ടൽ നമ്മൾ ഇന്ന് 25 വർഷങ്ങൾക്ക് ഇപ്പുറം നിൽക്കുമ്പോൾ അന്ന് 4 പേരിൽ തുടങ്ങി ഇന്ന് 1500-ലധികം ആളുകൾക്ക് ജോലി കൊടുക്കുന്ന പ്രസ്ഥാനമായിട്ട് വളർന്നു. അതുണ്ട്. ഓക്കെ, അടുത്തൊരു ചോദ്യം ചോദിക്കട്ടെ. അത് മാൻഡേറ്ററി ചോദ്യമാണ്. സ്പാർക്കിന്റെ ഹോട്ട് സീറ്റിൽ വന്നാൽ അതൊരു ചോദ്യമായിട്ട് തന്നെ ഇരിക്കുന്നതാണ്. അന്ന് അപ്പം തന്നെ 1 ലക്ഷം രൂപയിൽ തുടങ്ങി. ടാർഗറ്റ് നമ്മൾ 10 ലക്ഷം രൂപ കണ്ടെത്തി, ഒരു വണ്ടി മേടിച്ചു, അതവിടെ നമ്മൾ നിർത്തി. അവിടുന്ന് വീണ്ടും നമ്മൾ 2000-ൽ കടം മേടിച്ചും സ്വർണം വിറ്റും സ്ഥലം വിറ്റും വീണ്ടും നമ്മൾ പുതിയൊരു ബ്രാൻഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാണ്. പിന്നെ അവിടെ നമ്മൾ വളരുകയാണ്. ഇന്ന് ആ ബ്രാൻഡ് എത്ര ടേൺ ഓവർ ചെയ്യുന്നുണ്ട്? ഞങ്ങളിന്ന് എല്ലാ കമ്പനിയും കൂടി കഴിഞ്ഞ ഫിനാൻഷ്യറിൽ 1024 കോടി ടേൺ ഓവറാണ് ഞങ്ങൾ കഴിഞ്ഞ വർഷം ചെയ്തത്. ഓക്കെ, അപ്പൻ സന്തോഷിക്കുന്നുണ്ടാവും അല്ലേ? ഞാൻ തന്ന 1 ലക്ഷം രൂപ അവൻ ഇന്ന് അതിന്റെ ഇത്ര ഇരട്ടിയായിട്ട് ഉണ്ടാക്കിയല്ലോ എന്നുള്ളൊരു സന്തോഷം അപ്പനുണ്ടാകും. തീർച്ചയായിട്ടും ഉണ്ടാവും. അതെ. പിന്നെ അതിലുപരി അപ്പനൊന്നും ഇങ്ങനൊരു പൈസ സമ്പാദിക്കുന്നതിലല്ലായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിലല്ലായിരുന്നു ഞങ്ങളുടെയൊക്കെ ശ്രദ്ധ. ഞങ്ങൾ ഏറ്റവും സന്തോഷം സമാധാനമായിട്ട് ജീവിക്കണം എന്നുള്ളതിലാണ് അവരൊക്കെ ശ്രദ്ധ വെച്ചത്. അതുകൊണ്ട് എന്നാലും വലിയ വലിയ കാര്യങ്ങൾ, കാരണം ഇപ്പോൾ ഇത്രയും ടേൺ ഓവറിലേക്ക് ഇത്രയും കാര്യങ്ങളിലൊക്കെ എത്തിപ്പെടാൻ പറ്റും അല്ലെങ്കിൽ ചെയ്യാൻ കഴിയുമെന്ന് അപ്പം വിചാരിച്ചിട്ടുണ്ടാവില്ലേ? അതെ, അത് എത്ര കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം വേറെയാണല്ലോ അല്ലേ? ലൈഫിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. എന്നാൽ ഒരുപാട് നല്ല സ്റ്റെപ്പുകൾ, 5 സ്റ്റെപ്പ് നല്ലത് വെച്ചാൽ 2 സ്റ്റെപ്പാണ് നമുക്ക് തിരിച്ചിറങ്ങേണ്ട വന്നിട്ടുള്ളൂ. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ലൈഫിലെ ഏറ്റവും വലിയ പ്രൗഡ് മൊമെന്റ് എന്തായിരിക്കും? കഴിഞ്ഞ വർഷം നമ്മുടെ ഫിനാൻഷ്യൽ മിനിസ്റ്റർ തന്നെ ഞങ്ങളുടെ കമ്പനി വിസിറ്റ് ചെയ്തായിരുന്നു. ഓക്കെ. അതായത് കമ്പനിയിൽ വന്നു നമ്മളോട് കമ്പനിയുടെ കാര്യങ്ങൾ, അതായത് പ്രവർത്തനങ്ങൾ എങ്ങനെ പോകുന്നു, അതായത് KFC നമുക്ക് ആവശ്യത്തിന് ഫണ്ട് കിട്ടുന്നുണ്ടോ, സഫീഷ്യൻ്റായിട്ട് നടക്കുന്നുണ്ടോ, വേറെ പ്രശ്നങ്ങൾ എന്താണ്, അതായത് കമ്പനി റൺ ചെയ്തു പോകാനുള്ള പ്രതിസന്ധികൾ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. ഇൻഡസ്ട്രീസിൻ്റെ നമ്മുടെ ഇന്നത്തെ നേരിടുന്ന വിഷയങ്ങൾ എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് 1 മണിക്കൂർ നേരം നമ്മുടെ കമ്പനിയിൽ വിസിറ്റ് ചെയ്ത് കമ്പനിക്ക് ഒന്ന് കണ്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് KFC എന്നൊരു 3-4 വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് നല്ല എൻ്റർപ്രണർ എന്നുള്ള നിലയ്ക്കുള്ള MSMEയിലുള്ള അവാർഡ് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതുകൂടാതെ സേഫ്റ്റി അവാർഡും കിട്ടുന്നുണ്ട്. അത് നല്ല സുരക്ഷിതമായ കമ്പനി റൺ ചെയ്യിച്ചുകൊണ്ട് പോകുന്നതിനുള്ള സർക്കാരിൻ്റെ അവാർഡ് അംഗീകാരങ്ങൾ അതും ഒരു കേരളത്തിൽ നമ്മുടെ സർക്കാരിൻ്റെ ഒരു 3-4 വർഷമായിട്ട് ഞങ്ങൾക്ക് അടുപ്പിച്ച് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഈ വർഷം ഒരു പുതുമ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതൊരു നാഷണൽ അവാർഡ് ഞങ്ങൾക്ക് അത് കിട്ടിയിട്ടുണ്ട്. KFC റെക്കമെൻഡ് ചെയ്തിട്ട് അതായത് കേരളത്തിലെ ഏറ്റവും നല്ല സുരക്ഷിതമായ നല്ല ട്രാക്കുള്ള നല്ലൊരു എൻ്റർപ്രണർ അവാർഡ് റെക്കമെൻഡ് ചെയ്ത് ഞങ്ങളെയായിരുന്നു. വേറെ അനേകം കമ്പനികൾ റെക്കമെൻഡ് ചെയ്തു, പക്ഷെ ഞങ്ങൾക്കാണത് അവിടെ നിന്ന് സെലക്ട് ആയിട്ട് കിട്ടിയത്. അപ്പോൾ ഞങ്ങൾക്കത് ഇപ്പോൾ ഈ ഒരു വിശാഖപട്ടണത്ത് വെച്ചിട്ടാണ്. എല്ലാ സ്റ്റേറ്റിലെയും എന്റർപ്രണേഴ്സ് ഉണ്ടാവും, അവിടെ വെച്ചിട്ടാണ് അത് കേന്ദ്ര സർക്കാരാണ് അത് തരുന്നത്. അത് തീർച്ചയായിട്ടും പ്രൗഡ് മൊമെന്റ് ആണ്. കാരണം 2000-ൽ ഈ KFC തന്ന ലോണിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. 25 വർഷങ്ങളിപ്പുറം അതേ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ തന്നെ റെക്കമെൻഡ് ചെയ്ത് ഇന്ത്യയിൽ നിന്ന് തെരഞ്ഞെടുത്തേക്കുന്ന ഒരു ബ്രാൻഡ് എന്നുള്ള രീതിയിൽ ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺട്രപ്രണർ എന്നുള്ള അവാർഡ് മേടിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. തീർച്ചയായിട്ടും ഇന്ന് ഞങ്ങളുടെ ബ്രാൻഡ് എല്ലാ കടകളിലും അല്ലെങ്കിൽ അത് പരമാവധി ആളുകൾ മേടിച്ച് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഉപയോഗിക്കണം എന്നുള്ളൊരു കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ അഭിമാനമുള്ളത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നമ്മുടെ ഒരു ബ്രാൻഡ് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ അഭിമാനം. കാരണം അത് ആളുകൾ ചൂസ് ചെയ്യുന്നു, അത് ഉപയോഗിക്കുന്നു, അത് ഇനിയും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കണം, അതെല്ലാവരും വാങ്ങണം എന്നുള്ളൊരു രീതി. നമ്മളെ ഇറക്കി വിട്ട് അല്ലെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മളൊന്ന് ഡിമാൻഡ് ചെയ്യപ്പെടുന്ന ഒരു പ്രൊഡക്റ്റായി മാറി. അതെ, അതായത് വേണ്ടാന്ന് പറഞ്ഞത് ആരും മനഃപൂർവ്വം പറഞ്ഞല്ല, പക്ഷെ അവർക്ക് വേറെ ബ്രാൻഡുകൾ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ ആ സ്ഥലങ്ങളിലൊക്കെ നമുക്കൊന്ന് സ്വീകാര്യത കിട്ടി. പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾ, ഇപ്പോൾ മലയാളികൾ എവിടെയുണ്ടോ അവിടെയൊക്കെ നമുക്ക് എത്തിപ്പെടാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ഓൺലൈൻ ബിസിനസ് ഉണ്ട്. ഏകദേശം ഒരു 100 കൊറിയർ തന്നെയിൽ ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് പ്രൊഡക്റ്റുകൾ ഒരു ദിവസം പോകുന്നുണ്ട് ഇന്ത്യയുടെ പല ഭാഗത്തേക്ക്. ഞങ്ങളത് ആദ്യം ഏറ്റെടുക്കാൻ തയ്യാറായി. കാരണം ഞങ്ങളോട് വിളിച്ചിട്ട് ഇപ്പോൾ ചെന്നൈയിലോ അല്ലെങ്കിൽ പൂനെയിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഗുജറാത്തിലോ അല്ലെങ്കിൽ ഇപ്പോൾ രാജസ്ഥാനിലോ എവിടെ ഇരുന്നിട്ട് ഒരാൾ വിളിച്ചാൽ ഇപ്പോഴൊക്കെ ഞങ്ങൾക്ക് അവിടെ കുറേ ഷോപ്പുകളൊക്കെ ആയി. അങ്ങനെ വിളിക്കുന്ന ആളുകൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് കിട്ടാൻ എവിടെയെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ കിട്ടുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പിറ്റേ ഒരാഴ്ചക്കുള്ളിൽ അയാൾക്ക് അഡ്രസ്സിൽ കൊറിയർ ചെന്നിരിക്കും. എത്ര കിലോ അരിയാണെങ്കിലും അത് എത്രയായാലും കൊടുത്തിരിക്കും. അങ്ങനെ റിസ്ക് എടുത്തിട്ടാണ് ഞങ്ങൾ കൊടുത്തിരിക്കും. പക്ഷെ അത് ഞങ്ങൾക്ക് വലിയ ഒരു നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് സർവീസ്, ഇപ്പോൾ പ്രൊഡക്റ്റ് എത്ര നല്ലതാണെങ്കിലും ബെറ്റർ സർവീസ് കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് നമ്മളവരുടെ കൂടെ ഉണ്ട് അല്ലെങ്കിൽ അവർ ചെയ്യും എന്നൊരു ഉറപ്പും കൂടി ഉണ്ടെങ്കിലാണ് ആൾക്കാരൊന്ന് വാങ്ങുള്ളൂ. അതെ. ഇനി ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ അരി എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയിൽ
ഒത്തിരി വർഷത്തെ പഴക്കമുള്ളൊരു ബ്രാൻഡാണ്, ഒത്തിരി അതിനെക്കുറിച്ച് പഠിച്ചേക്കുന്ന ഒരു വ്യക്തിയാണ്. എപ്പോഴും പറഞ്ഞേക്കാം അരിയിൽ മായം ചേർത്തു, അരിയിൽ മായം കണ്ടു. ഈ അരിയിൽ മായം ചേർക്കുക എന്ന് പറയുന്നതിൻ്റെ നിജസ്ഥിതി എന്താണ്? അരിയിൽ മായം ചേർക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പഴയ കാലഘട്ടത്തിലൊരു ചരിത്രമാണ്. അത് അതുമേന്ന് ഇങ്ങനെ തുടർന്ന് കിടക്കുന്ന ഒരു രീതിയാണ്. ഞാനൊക്കെ ബിസിനസ്സിലേക്ക് വരുന്നൊരു കാലഘട്ടം, അതിപ്പോൾ 89 പറഞ്ഞല്ലോ, ഒരു 80-90കൾ അല്ലെങ്കിൽ ഒരു 60കൾ തുടങ്ങി ഉള്ള അപ്പനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ മട്ടരി അന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പല ആളുകളും അന്ന് പല അഡൽട്രേഷനുകളും പല കളറൊക്കെ ചേർത്തുള്ള അരികളും ഒക്കെ കൊടുത്തൊരു സാഹചര്യത്തിൻ്റെ ഒരു പിന്തുടർച്ച ഇന്നും പറയപ്പെടുന്നതാണ് അരിയിൽ മായം ഉണ്ടെന്ന്. പക്ഷെ ഞങ്ങളൊക്കെ ബിസിനസ്സിലേക്ക് വരുന്ന 90 കാലഘട്ടങ്ങൾ തുടങ്ങി ഈ പറയുന്ന ഒരു കാര്യങ്ങളും ഞങ്ങൾ കണ്ടിട്ടില്ല. ടേസ്റ്റിൽ വ്യത്യാസം വരാം, നെല്ലിൻ്റെ ക്വാളിറ്റിയിൽ, അരിയുടെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരാം, ചിലപ്പോൾ വേവ് കൂടിപ്പോകാം, വേവ് കുറഞ്ഞു പോകാം, അല്ലെങ്കിൽ സ്മെല്ല് വരാം, അല്ലെങ്കിൽ പഴയ നെല്ലുകൾ ക്വാളിറ്റി ഇല്ലാത്ത നെല്ല് പണിതൊക്കെ അരി ഉണ്ടാക്കാം. അത്തരം കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അന്ന് പൊതുവെ പറയപ്പെടുന്നൊരു കാര്യമുണ്ട്, അരി കഴുകുമ്പോൾ കയ്യിൽ എണ്ണ വന്നു, കയ്യിൽ കറ വന്നു. അതെ. അപ്പോൾ അതിന് ഒരു കാര്യമുണ്ട്. കാരണം ആദ്യ കാലഘട്ടത്തിൽ ഞാനപ്പോൾ 90 കാലഘട്ടങ്ങളിൽ ഞങ്ങളുടെ മില്ല് പണിയുന്ന സമയം മില്ലിൽ അന്ന് ഒരു മെഷീനുള്ളൂ. ആ നെല്ല് മില്ല് ചെയ്തെടുക്കാനായിട്ട്. അന്ന് മില്ല് ചെയ്തെടുക്കാന്ന് പറഞ്ഞാൽ ആദ്യം ഹസ്ക് മാറ്റുന്നു, പിന്നെ തവിട് വരുന്നു, തവിടും ഹസ്കും അരിയിൽ നിന്ന് തവിട് വേർതിരിക്കാൻ വേണ്ടി അതിനെ റബ്ബ് ചെയ്യുന്നു. അതിന് പിന്നെ പല മെഷീനിൽ കൂടെ കടത്തി വിട്ടിട്ട് എടുക്കുന്നു. അത് അരി ചൂടാവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഈ എണ്ണ എടുക്കണമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ തവിടിൻ്റെ നൈസ് പാർട്ടിക്കിൾസ് ഈ അരിമ പറ്റി പിടിച്ചിരിക്കും. അത് കഴുകണ സമയത്ത് അതുമ്മ ഓയിലും കൂടിയിട്ട്. ഇതിന് വേറൊരു സ്വഭാവം കൂടിയുണ്ട്. ഈ റൈസ് റബ്ബ് ചെയ്തെടുക്കുമ്പോൾ റൈസ് സ്റ്റാർച്ചാണല്ലോ, ഈ സ്റ്റാർച്ചും ഈ തവിടും കൂടിയിട്ട് ജോയിൻ്റ് ആവും. അതൊരു പേസ്റ്റ് പോലെ പലപ്പോഴും ശ്രദ്ധയില്ലാതെ മില്ല് ചെയ്യണ ടൈമുകളിൽ റൈസുമ്മ കുറച്ച് പറ്റി പിടിച്ചിരിക്കാൻ ഉണ്ടാവും. ഇതൊക്കെ കഴുകുമ്പോൾ കൈമ്മ ഓയിൽ വരും. പിന്നെ നെല്ലിൻ്റെ സ്വഭാവമുണ്ട്. നെല്ല് ചിലപ്പോൾ പുതിയ നെല്ലാണെങ്കിൽ, ഫ്രഷ് നെല്ലാണെങ്കിൽ ചിലപ്പോൾ ഇത്രയും ഓയിൽ ഉണ്ടാവില്ല. പിന്നെ ഓരോ പ്രദേശത്ത് നെല്ലും വ്യത്യാസമുണ്ട്. ഇപ്പോൾ ആലപ്പുഴയിലത്തെ നെല്ല്, വയനാട് നെല്ല്, പാലക്കാട് നെല്ല്, ചില ഇന നെല്ലുകൾ, ഇപ്പോൾ ജ്യോതിമട്ട അല്ലെങ്കിൽ ഉമ്മമട്ട, ഇതിനൊക്കെ ഓയിൽ പെർസെൻറ്റേജിൽ വ്യത്യാസം വരും. ഇതിനൊക്കെ മില്ല് ചെയ്യുമ്പോഴും ചെറിയ വ്യത്യാസം വരും. നെല്ലിൻ്റെ പഴക്കം വ്യത്യാസം വരും. ഇതിനൊക്കെ അപേക്ഷിച്ചിട്ട് ഇത് സംഭവിക്കാറുണ്ട്. അതൊരു പ്രശ്നമല്ല, പക്ഷെ അത് ആളുകളെ കൺവിൻസ് ചെയ്യിക്കുക എന്ന് പറയുന്നത് ഇന്ന് ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളിയാണ്. അല്ല, ഈ വീഡിയോ ഞാൻ എൻ്റെ വീട്ടിൽ ആദ്യം കൊണ്ടുപോയി കാണിക്കണം. കാരണം എൻ്റെ മമ്മി ഉപ്പിട്ട് അരി എഴുതുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കാരണം ഉപ്പിട്ട് ഈ മായം പോകുന്നതാണ് മമ്മിയുടെയൊക്കെ വിശ്വാസം. അപ്പം നമ്മുടെ ഈ കീർത്തി നിർമ്മലിലേക്ക് വന്നാൽ നമ്മൾ ഈ ക്വാളിറ്റി എങ്ങനെ എൻഷുർ ചെയ്യും? കാരണം ഇത്രയും വലിയ പ്രൊഡക്ഷൻ നടക്കുകയാണ്. ഒരു ദിവസം 1000 ടണ്ണിൻ്റെ 50% എന്ന് പറയുമ്പോൾ 800 ടണ്ണെടുത്ത് നമ്മൾ പ്രൊഡക്ഷൻ നടത്തുകയാണ്. അപ്പോൾ ഈ നമ്മുടെ ക്വാളിറ്റി നമ്മൾ എങ്ങനെ എൻഷുർ ചെയ്യും? അത് ക്വാളിറ്റി ഞങ്ങളൊരു കോമൺ ശൈലിയിലേക്ക് കൊണ്ടുവരണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതൊരു വലിയ ഒരു ടാസ്ക് ആയിരുന്നു. കാരണം ആളുകൾക്ക് ഒരേ രീതിയിൽ ഉള്ള തവിട് നിലനിർത്തി അരി അടിക്കുക, ഒരേ വേവ് നിലനിർത്തുക, ചോറ് ഉണ്ണുമ്പോൾ പണ്ടൊക്കെ ചോറ് ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമാണ് മലയാളികളുടെ. ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടി വിയുടെ മുമ്പിലോ വായിച്ചിരുന്നോ മൊബൈലിൻ്റെ മുമ്പിലൊക്കെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. പക്ഷേ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവരുടെ മൈൻഡ് ഒരു കാര്യം നോട്ട് ചെയ്യും, ഇന്നലെ കഴിച്ച മാതിരിയല്ലല്ലോ, ഇന്നലെ കഴിച്ച ആ ഒരു രീതി കൊണ്ട് അവർ പെട്ടെന്ന് ക്വാളിറ്റി മാറിക്കഴിഞ്ഞാൽ മലയാളി എപ്പോൾ തിരിച്ചറിയും. അപ്പോൾ അത് നിലനിർത്താൻ വേണ്ടിയിട്ട് ആണ് ഞങ്ങൾ ഏറ്റവും എഫർട്ട് എടുക്കുന്നത്. അപ്പോൾ അതിന് ഒരേ വേവ്, ഒരേ നിലവാരം, ഒരേ സംവിധാനം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ മിഷനറികളിൽ കണ്ടുമാനം ശ്രദ്ധിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓപ്പറേറ്റേഴ്സിന് ശ്രദ്ധിക്കുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ബാച്ച് അരി പോലും കമ്പനിയിൽ നിന്ന് ഇറങ്ങിപ്പോണത് ഞാൻ ചോറ് കാണാതെ ഇറങ്ങിപ്പോവില്ല. കാരണം മില്ലിലുണ്ടോ ചോറ് നോക്കിയിരിക്കും. ഓരോ ബാച്ചും 1-2 പ്രാവശ്യം അത് പല സ്റ്റെപ്പിലെടുത്തിട്ട് ചോറ് വെച്ച് നോക്കും. പിന്നെ കംപ്ലയിൻസിൻ്റെ പേര് ഇത് കുറയ്ക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. കാരണം ഇപ്പം 5% അല്ലെങ്കിൽ 10% അരിയിൽ വരുന്ന ഡിഫറൻസ് ആളുകൾക്ക് വിഷയമല്ല. കാരണം അവരത് കംപ്ലയിൻ്റ് ആയിട്ട് പറയില്ല. അതിൽ കൂടുതൽ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അതൊരു കംപ്ലയിൻ്റ് ആയിട്ട് വരും. അപ്പോൾ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ പരമാവധി ആ വേരിയേഷൻ കുറച്ച് നിർത്തിയിട്ട് അരിയെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം ശ്രദ്ധിക്കുന്നൊരു കാര്യം. ഈ കേരളത്തിലെ കാർഷിക മേഖലയ്ക്ക് ഇനിയും ഫ്യൂച്ചർ ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്ക് പണിയാൻ ആൾക്കാരെ കിട്ടുന്നില്ല,
ഇതൊക്കെ പറയുന്ന സെഗ്മെന്റിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്രയും വലിയൊരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യുന്നതും ഇത്രയും അരി പ്രൊഡക്റ്റ് ചെയ്യുന്നതും അതുകൂടാതെ കൃഷിയിൽ ഇത്രയും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതും. എനിക്ക് തോന്നുന്നു ഇപ്പോഴും പൈനാപ്പിൾ തോട്ടമായിട്ടും ഒക്കെ ഒരുപാട് കൃഷിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കേരളത്തിന്റെ കാർഷിക മേഖലയുടെ ഫ്യൂച്ചർ എന്തായിരിക്കും? കേരളത്തിലെ കാർഷിക മേഖല ഏറ്റവും ഇന്ന് ബുദ്ധിമുട്ട് പിടിച്ചൊരു മേഖലയാണ്. ഇന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് കാർഷിക മേഖലയിൽ കൃഷിയിൽ മെക്കാനൈസേഷൻ ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നെല്ല് കൊയ്തെടുക്കാൻ മെതിക്കാനൊന്നും ആള് വേണ്ട, ഇപ്പോൾ ആള് വേണ്ട. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ നെല്ല് ഞാറ് നടാൻ വേണ്ട, വരമ്പ് കളയ്ക്കാൻ വേണ്ട, അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഈൽഡ് കൂടുന്ന രീതിയിലുള്ള വിത്തുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. വളപ്രയോഗങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ക്വാളിറ്റീനെ കുറച്ചൊക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും കാർഷിക മേഖലയിൽ ഉണർവ് വന്നിട്ടുണ്ട്. പക്ഷെ എങ്കിലും ഇന്നിപ്പോൾ ഹിന്ദിക്കാരും നോർത്ത് ഇന്ത്യൻസും തന്നെ വന്നിട്ടാണ് നമ്മളിവിടെ കണ്ടങ്ങളിൽ വിതയ്ക്കുന്നതും കൊയ്യുന്നതും എല്ലാം ചെയ്യുന്നത്. അവർ വരാതെയായി കഴിഞ്ഞാൽ വലിയ പ്രശ്നത്തിലേക്ക് പോകും. നമ്മുടെ നാട്ടിൽ അതിനെ ചലഞ്ച് ചെയ്ത് ഏറ്റെടുത്ത് കൃഷി ചെയ്ത് ഇറക്കി വിജയിപ്പിക്കാൻ പറ്റുന്ന ഒരവസ്ഥ ഇനിയും കുറച്ച്, പക്ഷെ ഒരു മാറ്റം കാണുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ കൃഷിയെ സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം അത് വൻകാലങ്ങളിൽ വലിയ മാറ്റം ഉണ്ടാക്കും എന്നുള്ള ഉറപ്പാണ്. ഞാൻ ചോദിക്കാൻ വേണ്ടി വരുമായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരുപാട് കൃഷി ഇപ്പം ഇതിൽ നിന്നൊക്കെ മാറിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാനായിരിക്കും ജോൺസൺ സാറിന് ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും എനിക്ക് കൃഷി ചെയ്യാനായിരിക്കും ഇഷ്ടം എന്ന് പറയും. കൃഷിയിൽ എന്തൊക്കെ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്? കൃഷിയിൽ ഞങ്ങളിപ്പോൾ പൈനാപ്പിൾ കൃഷി ചെയ്യുന്നുണ്ട്. അതായത് ഒരുപാട് സ്ഥലങ്ങൾ, ഞങ്ങളുടെ സ്ഥലങ്ങളല്ല, ഞങ്ങളത് ലീസിനെടുത്തിട്ട് കൃഷി ചെയ്തിട്ട് പൈനാപ്പിൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ഫാമുണ്ട്. ഞങ്ങൾക്ക് കുറച്ച് പശുക്കളും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്കമാലി തന്നെയാണോ? അങ്കമാലി തന്നെയാണ്. അങ്കമാലിലുണ്ട്, കുറച്ച് പാലക്കാടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഞങ്ങളത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഞങ്ങൾക്കൊരു കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾക്കൊരു കമ്പനി തന്നെ ഞങ്ങൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അതായത് അമ്മണി ഡയറി ഫാം എന്ന് പറഞ്ഞൊരു. അമ്മണി ആരെങ്കിലും ആണോ? അമ്മണി എൻ്റെ അമ്മയാണ്. അമ്മയും നല്ല കൃഷിക്കാരിയാണ്. അമ്മയുടെ പേരിൽ തന്നെ ആ കമ്പനി ഫോം ചെയ്തു. അതിനകത്ത് ഏകദേശം 100-200 പശുക്കളുണ്ട്. ഞങ്ങളുടെ കമ്പനിയിലേക്ക് മെയിനായിട്ട് ഉള്ള പാലിൻ്റെ ആവശ്യങ്ങൾ ഇത്രയും ജോലിക്കാരും ആൾക്കാരും സ്റ്റാഫുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കും. ബാക്കിയുള്ളത് ഡയറിയിലേക്ക് കൊടുക്കും. പിന്നെ അങ്ങനെ അത് ഭംഗിയായിട്ട് പോകുന്നുണ്ട്. ഓക്കെ. കീർത്തി നിർമ്മൽ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മൈൻഡിലുള്ളത് അരി എന്ന് പറയുന്ന ഒരു സാധനം മാത്രമാണ്. പക്ഷെ നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റ് റേഞ്ചസ് ഉണ്ട്. എന്തൊക്കെ നമുക്ക് പ്രൊഡക്റ്റ് റേഞ്ചസ് ഉണ്ട് അതിനകത്ത്? അരിയാണ് വിറ്റ് തുടങ്ങിയത്. പക്ഷെ പഞ്ചസാര നല്ലോണം വെക്കുന്നുണ്ട്. പഞ്ചസാര ഏറ്റവും കൂടുതൽ ഇന്ന് കേരളത്തിൽ പഞ്ചസാര വെക്കുന്നത് ഞങ്ങളാണ്. ആണല്ലേ? ഓക്കെ. ശർക്കരപ്പൊടി, കാറ്റിൽ ഫീഡ് ഐറ്റംസ്, പിന്നെ ഇപ്പോൾ വെളിച്ചെണ്ണ. അതായത് 2024 തന്നെ ഞങ്ങളൊരു വെളിച്ചെണ്ണ കമ്പനി തുടങ്ങി. തേങ്ങ, അത് ഏറ്റവും നല്ല ഒരു അൾട്രേഷനും ഇല്ലാതെ, ഒരു അഫ്രോടോക്സിനോ അല്ലെങ്കിൽ യാതൊന്നും ഇല്ലാത്ത രീതിയിൽ വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന ലക്ഷ്യത്തിലാണ്. പക്ഷെ അത് ഇന്നിപ്പോൾ നല്ലോണം മൂവ് ചെയ്യുന്നുണ്ട്. ഏറ്റവും നല്ല വെളിച്ചെണ്ണയായിട്ട് മാർക്കറ്റിൽ നല്ല റെസ്പോൺസ് ഉണ്ട്, നല്ലോണം പോകുന്നുണ്ട്. ഈ പണ്ട് കാലത്ത് തുടങ്ങിയ സമയത്ത് സെയിൽസ്മാനായിട്ട് ചേതക്ക് ബൈക്കൊക്കെ ഓടിച്ച് എനിക്ക് തോന്നുന്നു ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്തേക്കുന്ന കഥ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞു. ഇന്ന് നമുക്ക് എത്ര വണ്ടികളുണ്ട് കീർത്തി നിർമ്മൽ എന്ന് പറഞ്ഞ ബ്രാൻഡിന് വേണ്ടിയിട്ട് ഓടാനായിട്ട്? ഞങ്ങൾക്ക് ഇന്ന് ഏകദേശം ഒരു 245-250 വെഹിക്കിളുണ്ട്. അരി കൊണ്ടുവന്ന് കൊടുക്കാനും പഞ്ചസാര, ഉപ്പ്, ഇങ്ങനെയുള്ള എല്ലാ സാധനം കൊണ്ടു കൊടുക്കാനും ഒക്കെ ആയിട്ട്. അന്ന് ഞങ്ങൾ റോ മെറ്റീരിയൽ കളക്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ ഇപ്പോഴും പുറത്തുനിന്ന് വണ്ടി ഹയർ ചെയ്യാണ്. കാരണം ഡിസ്ട്രിബ്യൂഷനിലാണ് ഞങ്ങൾ സ്വന്തം വാഹനങ്ങൾ കൂടുതൽ കൊടുക്കുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സർവീസ് കൃത്യമായിട്ട് കടകളിൽ അരി എത്തണമെങ്കിൽ നമുക്ക് വേറെ വാഹനങ്ങളെ ആശ്രയിച്ച് നടക്കില്ല. നമുക്ക് ഒരു ചെയിൻ ഉണ്ടാകണം. ഇപ്പോൾ ജോൺസൺ സാറിൻ്റെ 2 മക്കളും ബിസിനസ്സിലേക്ക് വന്നു, റോസ്മിയും ജോർജും. ഇവർ ഈ ബിസിനസ്സിലേക്ക് ഏറ്റെടുത്ത് വന്നപ്പോൾ എന്താണ് ഇവർക്ക് പറഞ്ഞു കൊടുത്ത ഒരു പാഠം? അപ്പൻ തന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. 20ാമത്തെ വയസ്സിൽ നമ്മളെ ബിസിനസ് കംപ്ലീറ്റ് ചെയ്യിപ്പിച്ചപ്പോൾ നമുക്ക് കിട്ടിയൊരു കോൺഫിഡൻസ് ഉണ്ട്. ആ ഒരു കോൺഫിഡൻസ് തന്നെയാണ് മക്കൾക്ക് കൊടുത്തത്. അവർക്ക് എന്നാ പറഞ്ഞു കൊടുത്തേ? അത് ഞാൻ ആദ്യം ചെയ്തത്, അവരാരെയും ബിസിനസ്സിലേക്ക് വരണമെന്ന് നിർബന്ധിച്ചില്ല. കാരണം എൻ്റെ ഫാദറും ഞാനൊരു ബിസിനസ് ചെയ്യണമെന്ന് അല്ല ആഗ്രഹിച്ചത്. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളൊരു രീതി അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയാണോ എന്നുള്ളതൊക്കെ ശരിക്കും നോക്കാം. പക്ഷെ എല്ലാവരും കറങ്ങി ജോലിക്കൊക്കെ പോയി, ഇതൊക്കെ പോയെങ്കിൽ ഒറ്റ അവസാനം ബിസിനസ്സിലേക്ക് ഇറങ്ങി തിരിഞ്ഞ് നമ്മുടെ കുടുംബത്തിൽ തന്നെ വന്ന് കയറി ബിസിനസ് ചെയ്യാനായിട്ട്. ഇന്ന് അവർ വളരെ ആക്റ്റീവാണ്. ഒരു ബിസിനസ്സിന് 24 മണിക്കൂറും ഓടുന്നൊരു ഇൻഡസ്ട്രിയാണ് ഞങ്ങളുടേത്. അതായത് ഒരു ഓണം ഉണ്ടായാലോ, ഈസ്റ്റർ ഉണ്ടായാലോ, ഇനി ഒരു ദുഃഖവെള്ളിയാഴ്ച ഉണ്ടായാലോ, അല്ലെങ്കിൽ വിഷു, ഇതൊക്കെ ഉണ്ടായാലും ഇൻഡസ്ട്രിക്ക് സ്റ്റോപ്പില്ല. അത് കണ്ടിന്യൂസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കണം. ആകുന്നില്ല. അതിൻ്റെ പ്രശ്നം ഞങ്ങൾക്കുണ്ടാവും. ഞങ്ങൾക്ക് എല്ലാ സമയത്തും ഡേ നൈറ്റ് അല്ലെങ്കിൽ ഏത് ദിവസമാണ്, സൺഡേ ആണെങ്കിലും എപ്പോഴാണെങ്കിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഓഫില്ല. അപ്പോൾ അതിനകത്ത് ജീവിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഞാൻ കാണുള്ളൂ. അപ്പോൾ ജീവിക്കുക. അപ്പോൾ മക്കളോടും പറഞ്ഞു കൊടുത്തിരിക്കുന്ന കാര്യം,
എൻജോയ്മെൻറ്റ് മുഴുവൻ ബിസിനസ്സിലുണ്ടാക്കുക. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് സാർ, ഇന്ന് ഇത്രയും നല്ലൊരു സ്റ്റോറി നമ്മുടെ പ്ലാറ്റ്ഫോമിലൂടെ അത് ഫസ്റ്റ് ടൈം നമ്മുടെ പ്രേക്ഷകർക്ക് അത് കിട്ടുക എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ അഭിമാനമുള്ള കാര്യമാണ്. അപ്പോൾ വളരെയധികം സന്തോഷം. നമുക്ക് വീണ്ടും ഒന്നുകൂടി കാണണം. അന്ന് എനിക്ക് അപ്പുറം ഇപ്പുറയും ജോർജിനെ റോസ്മിനെ കൂടി തരണം. അവരെ കൂടി ഇരുത്തി നമുക്ക് ഒന്നുകൂടി ഒരു സ്റ്റോറി ഡീറ്റെയിൽ ആയിട്ട് അവരുടെ ജനറേഷൻ ഏറ്റെടുത്തതിന് ശേഷമുള്ള ഒരു സ്റ്റോറി കൂടി നമുക്ക് അടിപൊളിയായിട്ട് പിന്നീട് അവസരത്തിൽ ചെയ്യാം. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് സർ. ഞങ്ങൾക്കും സന്തോഷമുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വരാൻ പറ്റിയതും. തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ ഇൻ്റർവ്യൂവിനിടയ്ക്ക് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ ടേൺ ഓവറിൻ്റെ 10% ഇൻവെസ്റ്റ് ചെയ്യുന്നത് കമ്പനിയിലെ സ്റ്റാഫുകളുടെ സാലറി ആയിട്ടും അല്ലെങ്കിൽ അവരുടെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ടാണെന്ന്. 1024 കോടിയുടെ 10% ചെറിയൊരു തുകയല്ല. അത് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത് ആ ബ്രാൻഡിൻ്റെ ഏറ്റവും വലിയ വളർച്ചയുടെ കാരണമാണ്. അതുകൊണ്ടാണ് 25 വർഷം കൊണ്ട് 1500 സ്റ്റാഫിലേക്കും അത്രയും വലിയ ടേൺ ഓവറിലേക്കും അതിനേക്കാളൊക്കെ ഉപരി ജനഹൃദയങ്ങൾ ഏറ്റെടുത്ത ഒരു ബ്രാൻഡായിട്ട് വളരാനും സാധിച്ചത്. ഈ യാത്രയിൽ ഇനി മുതൽ നമുക്കും കൂടെ നിൽക്കാം. വളരെയധികം സന്തോഷം. പുതിയൊരു എപ്പിസോഡായിട്ട് നമുക്ക് കാണാം. താങ്ക് യു സോ മച്ച്.